السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله مولانا العظيم. وقال نبينا محمد صلى الله عليه وسلم نعم المال الصالح للرجل الصالح. ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരം അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? സംസാരം ശ്രവിക്കുന്നതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണം. കൃത്യമായി കേൾക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഉദ്ദേശിച്ചതുപോലെ ഇന്ന് നമ്മുടെ പരിപാടി പ്രഭാഷണം നിർവഹിക്കാനും തുടർന്ന് ശ്രോതാക്കളുടെ ഇടപെടലുകളെ സംബന്ധിച്ച് വിലയിരുത്താനുമൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിനുവേണ്ടി കളമൊരുക്കിയ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, സമസ്ത ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ നിസ്വാർത്ഥരായ പ്രവർത്തകന്മാരെ അഭിനന്ദിക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും സമുന്നതമായ പ്രതിഫലവും പദവിയും രണ്ട് ലോകത്തും പ്രദാനം ചെയ്യുമാറട്ടെ എന്ന് ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ മനസ്സിലുള്ള എല്ലാവിധത്തിലുള്ള ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. ജോലി സംബന്ധമായി വിദേശ നാടുകളിലും മറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സംഘടനാ പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു തആല അവന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ടും ഹഖ് ജാഹ് കൊണ്ടും അഭിവൃദ്ധിയും ക്ഷേമവും ബർക്കത്തും ഏറ്റി പ്രദാനം ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 16-ാം തീയതി, നവംബർ മാസം 16-ാം തീയതി കറൻസിക്ക് സക്കാത്തുണ്ടോ എന്ന ഒരു വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം നിർവഹിക്കുകയായി. വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ടാണ് ആ പ്രസംഗം നടത്തിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. എട്ടാം തീയതി 8 മണി രാത്രിയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പക്ഷമെന്നും നിലവിലുള്ള 1000, 500 നോട്ടുകൾ നൊടിയുടെ കൊണ്ട് പിൻവലിച്ചതായിട്ടുള്ള പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ തുടർന്ന് നമ്മുടെ കേരളത്തിലുള്ള തുലോം വിരളമായ, ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാൻ ഒരു പക്ഷേ സാധിക്കുമോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റാത്ത വിധം വിരളമായ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അനുയായികൾ അല്ലെങ്കിൽ അതിന്റെ ചില പ്രവർത്തകന്മാർ ഈ ഓൺലൈനുകളിൽ ചില കമാൻഡുകളൊക്കെ ഇടുകയുണ്ടായി. അതായത് 1000, 500 പിൻവലിച്ചതോടുകൂടി നോട്ടുകെട്ടുകൾ എന്ന് പറയുന്നത് വിലയില്ലാത്തൊരു സാധനമാണ്, ഉപകാരമില്ലാത്തൊരു വസ്തുവാണെന്നിപ്പോ മനസ്സിലായില്ലേ എന്ന വിധത്തിലുള്ള ചോദ്യങ്ങളും തദനുസരിച്ചുള്ള ചില ചർച്ചകളും. അപ്പൊ ആ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ നമ്മളൊരു ക്ലാസ് സംഘടിപ്പിച്ചതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 16-ാം തീയതി ക്ലാസ് വെച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പറയുന്ന ആളുകൾ ഇത് സംബന്ധമായിട്ടുള്ള അവരുടെ മുഴുവൻ വാദങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ നോട്ടുകൾക്ക് അതിന്റെ സ്വന്തത്തിൽ എന്ന് പറഞ്ഞാൽ ഫീ ഹദ്ദി ദാത്തിഹി, അതിന്റെ തടിയുടെ പരിധിക്കുള്ളിൽ
അതിന് ഒരു വിലയും ഒരു മംഫഅത്തും ഒരു നഫഉം ഒരു ഇന്തിഫാഉം ഒരു ഉപകാരവും ഒരു പ്രയോജനവും ഇല്ലാത്ത വസ്തുവാണെന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? അങ്ങനെയാണെന്ന വിധത്തിൽ ഇവർ തന്നെ മൗലാന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ നജീബ് മൗലവി അദ്ദേഹത്തിന് സക്കാത്ത് പദ്ധതി എന്ന പുസ്തകത്തിൽ നോട്ടിന്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട ചർവിത ചർവണത്തിൽ നോട്ട് സ്വന്തത്തിൽ ഒരു വിലയും ഇല്ലാത്ത ഒരു വസ്തുവാണെന്ന ചില രേഖകളെ അദ്ദേഹം ബലപ്പെടുത്തിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടുള്ള വാക്കുകൾ, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഞാൻ ഇവിടെ വായിക്കില്ല കഴിഞ്ഞ 16-ാം തീയതി. പക്ഷെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നോത്തരം എന്ന പുസ്തകത്തിൽ കറൻസി കടം കൊടുത്തു, ആ ഇടപാടിൽ വർധനവിനെ നിബന്ധനപ്പെടുത്തുകയാണെങ്കിൽ കടം കൊടുത്ത വ്യക്തിക്ക് വർധനവ് കിട്ടണം എന്നുള്ള നിബന്ധനപ്പെടുത്തിക്കൊണ്ട് കടം കൊടുത്താൽ അതിൽ കടപ്പലിശ വരുമെന്നും അത് യാതൊരു തർക്കവുമില്ലാത്ത ശാഫിഈ മദ്ഹബിലെ തർക്കമില്ലാത്തൊരു മസ്അലയാണ് എന്നും അദ്ദേഹം പ്രശ്നോത്തരം എന്ന പുസ്തകത്തിന്റെ 70-ാമത്തെ പേജിലുള്ള രേഖപ്പെടുത്തിയ കാര്യം ഞാൻ വായിച്ചു. അവിടെയാണ് ഞാനൊരു ചോദ്യം അവിടെ ഉന്നയിച്ചത്. കാരണം ഇത് പരസ്പര വൈരുദ്ധ്യമായ രണ്ടു വിഷയങ്ങളാണ്. കറൻസിയുടെ സക്കാത്ത് ചർച്ച ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് കറൻസിയുടെ കടമിടപാടിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് മുന്നോട്ട് വരുന്നില്ല? കറൻസിയുടെ കടമിടപാട് എന്ന ടൈറ്റിലിൽ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് പോലും ആ കടമിടപാട് എന്നത് വായിക്കാൻ കഴിയാതെ അവിടെയും അവര് സക്കാത്ത് എന്നാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കറൻസിയുടെ സക്കാത്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ പ്രൈവറ്റായിട്ട് മെസ്സേജുകളിലൂടെ നമുക്ക് അയച്ചു തരികയാണ്. പക്ഷെ വിഷയം എന്താണെന്ന് പോലും അവര് കണ്ടിട്ടും കാണാതെ നടിക്കുന്നത് കഴിഞ്ഞ 16-ാം തീയതി ഓൺലൈനിലൂടെ ചെന്ന ചോദ്യം അവരെ അങ്കലാപ്പിലാക്കി എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നു, പലരിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് ഞാനതിവിടെ പറയാനും ആഗ്രഹിക്കുന്നു. അതായത് ആ ചോദ്യത്തിന് എന്തു പരിഹാരം കാണണം എന്നതിനെ സംബന്ധിച്ച് കേരള സംസ്ഥാനക്കാരുടെ ആളുകളുടെ കൂലങ്കുഷമായ ചിന്തയിൽ അവർക്കൊരു മറുപടി പറയാൻ സാധിക്കാതെ ദിവസങ്ങളോളം അവര് പെൻഡിങ്ങിലായി കിടന്നു എന്നാണ് മനസ്സിലാക്കി സാധിച്ചത്. അങ്ങനെ അവസാനമായിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടിയെ അവർക്ക് പ്രസവിക്കേണ്ടി വന്നു. കാരണം ഈ ചോദ്യം അവരുടെ ഇടയിൽ കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു. അതിനെങ്ങനെ പ്രതികരിക്കണം എന്ന ചിന്ത അവരെ ഒരു മറുപടി എഴുതുന്നതിൽ നിന്ന് അവരെ പിറകോട്ട് വലിച്ചിട്ടുണ്ടാവണം എന്ന് നമ്മൾ അനുമാനിക്കുക. പിന്നെ എന്തെങ്കിലും കുത്തിക്കുറിച്ചിട്ട് വാട്സപ്പിലോ അതല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഏറ്റുപിടിക്കാനും പ്രചരിപ്പിക്കാനും മറ്റുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതോ ഒരു അജ്ഞാതമായ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരും പറഞ്ഞിട്ട് ഏകദേശം 3-4 ദിവസമായിട്ട് ഒരു നീണ്ട ഒരു കുറിപ്പ്, ഒരു മറുപടി എന്നോണം അവർ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ആ മറുപടി വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇവർക്ക് വിഷയത്തിന്റെ മർമ്മം എന്താണെന്നും അറിയില്ല, വിഷയത്തിന്റെ ഫിഖ്ഹ് എന്താണ് എന്ന് കൈകാര്യം ചെയ്യാൻ പോലും കഴിയാത്ത ആളുകളാണ് ആ വിഷയത്തിന്റെ മറുപടി കുറിപ്പ് ഇറക്കിയത്. ആരാണത് എഴുതി കൊടുത്തത്? ആരായാലും അത് വാട്സപ്പിൽ പ്രസിദ്ധീകരിച്ച ആളായിരിക്കൂലല്ലോ ഒരുപക്ഷെ അത് എഴുതിയിട്ടുണ്ടാവുക. എഴുതിയത് ഏത് കേന്ദ്രത്തിൽ നിന്ന് വന്നതാണെങ്കിലും ആ കേന്ദ്രത്തിൽ അവരുടെ ചിന്ത ധർമ്മശാസ്ത്രവുമായി തുലോം ബന്ധമില്ലാത്ത ചിന്തയായി പോയി എന്തെങ്കിലും കുത്തിക്കുറിച്ച് മറുപടി പറയണമെന്നതിൽ കവിഞ്ഞ യാതൊരു ഉത്തരവാദിത്വവും അവർ ആ മറുപടിയിൽ കാണിച്ചില്ല എന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവരുടെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കറൻസി നോട്ടുകൾ ആധുനിക ഇന്ത്യയില് അതുപോലെ ആധുനിക ലോകത്ത് നിലവിലുള്ളതായ കറൻസി നോട്ടുകൾ, ആ കറൻസി നോട്ടുകളുടെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ചും അത് രൂപപ്പെട്ടു വന്നതിലുള്ള ചരിത്രപരമായ വിവിധ പരിണാമങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആ കറൻസിയുടെ സക്കാത്ത് സംബന്ധമായ വിഷയത്തിലല്ല എന്റെ ഈ ക്ലാസ്സിൽ നിന്ന് നടക്കുന്നത്, മറിച്ച് ഇല്ലാത്ത
മറിച്ച് ഭരണകൂടത്തിന്റെ ശാസനയുടെ അടിസ്ഥാനം മാത്രമുള്ള, എന്നാൽ ഇതിന് സ്വന്തമായിട്ട് ഒരു വിലയും ഇല്ല എന്ന് വെച്ചാൽ ഒരു മൻഫഅത്തും ഇല്ല എന്ന് വെച്ചാൽ ഒരു ഉപകാരവും ഇല്ല, അഥവാ ഒരു പ്രയോജനവും ഇല്ല എന്നാണെങ്കിൽ ഞാൻ അവിടെ ചോദിച്ചിരുന്നു, എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കറൻസി കടം നൽകാൻ പറ്റുന്ന വസ്തുവാണെന്ന് നിങ്ങൾ പറഞ്ഞത്? കാരണം കടം കൊടുക്കപ്പെടുന്ന വസ്തു അത് സലമിന് പറ്റണമെന്നാണ്. സലം എന്ന് പറഞ്ഞാൽ മുൻകൂർ കച്ചവടത്തിന് പറ്റണമെന്നാണ്. മുൻകൂർ കച്ചവടത്തിന് പറ്റേണ്ടുന്ന വസ്തു, മുൻകൂർ കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക വസ്തു, അതിന്റെ എല്ലാ വിശേഷണങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് ഒരു വസ്തു, കച്ചവടം മുൻകൂർ കച്ചവടം എന്ന അർത്ഥത്തിൽ പറയുന്ന സലമ് എന്ന് പറയുന്നു. ഈ സലമിന് റഅ്സുമാൽ എന്ന് പറഞ്ഞാൽ അതിന് അടക്കുന്ന പണം അഥവാ മുടക്കുമുതൽ എന്ന് മലയാളത്തിൽ പറയാം. അങ്ങനെ ആ മുടക്കുമുതൽ അതിന്റെ വിലക്കനുസരിച്ച് ഇറക്കി കൊടുക്കപ്പെടുന്ന വസ്തുവിനെ സംബന്ധിച്ചാണ് എന്തെന്ന് പറയുക? അതിന്റെ മുസ്ലിം ഫീഹി എന്ന് പറയുക. അഥവാ ഈ സലം ചെയ്യപ്പെടുന്ന സാധനം, മുൻകൂർ കച്ചവടം നടത്തപ്പെടുന്ന വസ്തു, ഈ വസ്തുവിന്റെ ഷർത്ത് എന്താണ്? ആ വസ്തു അങ്ങനത്തെ വസ്തു ആകാൻ പറ്റുന്നതേ കടം കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. ആ വസ്തുവിന്റെ ഷർത്ത് എന്താണ്? അത് ബൈഇന് പറ്റണം. ബൈഇന് പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വിൽക്കാൻ പറ്റുന്ന വസ്തുവായിരിക്കണം, അല്ലെങ്കിൽ വിൽക്കപ്പെടുന്ന വസ്തുവിന്റെ വിലയാക്കാൻ പറ്റുന്ന വസ്തുവായിരിക്കും. ബൈഇന് പറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് ഘടകവും ഉൾപ്പെട്ടു. വിൽക്കുന്ന മബി ആവുക, അല്ലെങ്കിൽ മബിയുടെ സമനാവുക, വിൽക്കപ്പെടുന്ന വസ്തുവാവുക, വിൽക്കപ്പെടുന്ന വസ്തുവിന്റെ വിലയാവുക. ഇത് രണ്ടിനും പറ്റുന്ന വസ്തുവായിരിക്കണം. നിങ്ങളുടെ വാദപ്രകാരം ഒരു പ്രയോജനവും ഇല്ലാത്ത, സ്വന്തത്തിൽ ഒരു പ്രയോജനമില്ല എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് ഫിഖഹിന്റെ കിതാബുകൾ പറഞ്ഞത് ഫീ ഹദ്ദി ദാത്തിഹി എന്നാണ്. സ്വന്തത്തിൽ ഒരു പ്രയോജനവും ഇല്ലാത്തതാണ് കറൻസി എങ്കിൽ പിന്നെങ്ങനെ അത് കടം കൊടുക്കാൻ പറ്റുക? ഇത് കടമിടപാടുന്നത് എങ്ങനെ പറ്റും? അപ്പൊ ഈ ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അവർ അങ്കലാപ്പിലായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിന് അവര് കുറച്ച് മറുപടികൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് മറുപടികൾ ഓരോന്ന് പറയാം. ഒന്നാമതായിട്ട് അവർ പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞല്ലോ, കടം കൊടുക്കപ്പെടുന്ന വസ്തു അത് സലം ചെയ്യപ്പെടാൻ പറ്റുന്ന വസ്തുവായിരിക്കണം എന്ന് വെച്ചാൽ മുൻകൂർ കച്ചവടത്തിന്റെ വസ്തുവായിരിക്കാൻ പറ്റണം. മുൻകൂർ കച്ചവടം ചെയ്യപ്പെടുന്ന വസ്തുവാണ് അതിന്റെ റസുമാലല്ല, അതിനടക്കപ്പെടുന്ന മുടക്കുമുതലല്ല. ആ മുടക്കുമുതൽ അടയ്ക്കുമ്പോൾ ഇറക്കി കൊടുക്കപ്പെടുന്ന കച്ചവട വസ്തുവിനെ സംബന്ധിച്ചാണ് മുസ്ലിം ഫീഹി എന്ന് പറയുക. അതിന് പറ്റുന്ന വസ്തുവായിരിക്കണം. അതിന് പറ്റുന്ന വസ്തുവാണെങ്കിലോ അതെന്തായിരിക്കണം? അത് ബൈഇന് പറ്റുന്ന വസ്തുവായിരിക്കണം. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. എല്ലാ പ്രവർത്തിക്കാൻ അർഹതപ്പെട്ട ആളുകളിൽ നിന്ന് കടം കൊടുക്കൽ ജായിസാകും ഫീമ, ഒരു വസ്തുവിൽ മാത്രം. യുസ്ലമു ഫീഹി, അതിൽ സലം കച്ചവടം ചെയ്യപ്പെടാൻ പറ്റണം. അങ്ങനത്തെ സലം കച്ചവടം ചെയ്യപ്പെടാവുന്ന വസ്തുവിൽ മാത്രം. അത് മിൻ ഹയവാനിൻ വഗൈരിഹി, അത് മൃഗങ്ങളാൽ അല്ലെങ്കിൽ അതല്ലാത്ത വസ്തുക്കളാൽ. വലോ നഖ്ദൻ മൗസൂഷൻ, അത് കലർത്തപ്പെട്ട ചെമ്പ് പോലത്തെ മറ്റു ലോഹങ്ങൾ കലർത്തപ്പെട്ട സ്വർണ്ണ വെള്ളി നാണയമാണെങ്കിലും ശരി എന്ന് ഫതുഹുൽ മുഈനിൽ പറയാം. അപ്പൊ ചുരുക്കത്തിൽ കടം കൊടുക്കപ്പെടുന്ന വസ്തു സലം മുസ്ലിം ഫീഹി ആവാൻ പറ്റണം. എന്നാൽ മുസ്ലിം ഫീഹിയുടെ നിബന്ധന എന്താണ്? ഫതുഹുൽ മുഈൻ തന്നെ പറഞ്ഞത് എന്താണ്? വശുരിത ഫീ ബൈഇ മൗസൂഫിൻ ഫീ ദിമ്മത്തിൻ, ഒരാൾ അയാളുടെ ഉത്തരവാദിത്വത്തിൽ വസ്ഫ് ചെയ്യപ്പെട്ടതായ വിശേഷണങ്ങളെല്ലാം പറഞ്ഞ് റെഡിയാക്കപ്പെട്ടതായ ഒരു വിൽപ്പനയിൽ ഷർത്താണ്. യുഖാലു ലഹു സലം, അതിനാണ് സലം എന്ന് പറയാം. ഇത്ര റുപ്യ എനിക്ക് തന്നാൽ ഇന്ന ഗുണങ്ങളുള്ള വസ്തുക്കൾ ഞാൻ നിനക്ക് ഇറക്കി തരാം എന്ന് പറയുന്ന ആ കച്ചവടം. നമ്മൾ പ്രീ പബ്ലിക്കേഷൻ ഒക്കെ പറയില്ലേ, 1000 റുപ്യ തന്നാൽ ഇന്ന പുസ്തകം തരാം. അപ്പോ അതിന് സലമു, അതിന്റെ പേരാണ് സലമു എന്നുള്ളത്. മഅശ്ശുറൂത്തിൽ മദ്കൂറത്തിൽ ബൈഇന, ബൈഇ അഥവാ വിൽപ്പനക്ക് പറയപ്പെട്ട എല്ലാ ഷർത്തുകളും പാലിക്കണം. ഗൈറ റുയത്തി, വസ്തുവിനെ കാണുക എന്ന ഷർത്തല്ലാത്ത
ബാക്കി പറയപ്പെട്ട മുഴുവൻ ഷർത്തുകളും പാലിച്ചിരിക്കണം സലമ് കച്ചവടത്തിന്. ഇനി ബൈഇന്റെ നിബന്ധന എന്താണ്? ബൈഇന്റെ നിബന്ധന ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബൈഇന്റെ നിബന്ധന മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ അവരുടെ എല്ലാ കിതാബുകളിലും പറയും. വലിൽ മബീഇ ശുറൂത്തുൽ ഖംസ, വിൽക്കപ്പെടുന്ന വസ്തു യഅനി അൽ മഅഖൂദ അലൈഹി, വിൽപ്പന എന്ന ഇടപാട് നടത്തപ്പെടുന്ന വസ്തു, അതാ വിൽക്കപ്പെടുന്ന വസ്തുവാകട്ടെ, അതിന് പറയപ്പെടുന്ന വിലയാവട്ടെ, വലവു സമനൻ, അത് അതിന്റെ വിലയാവട്ടെ. ശുറൂത്തുൽ ഖംസ 5 ഷർത്തുകൾ. അതിൽ അസ്സാനി രണ്ടാമത്തെ ഷർത്ത് അൻ നഫ്ഉ ബിഹീന, അത് ഒരു ഉപകാരമുള്ള വസ്തുവായിരിക്കണം. കാരണം ഉപകാരമില്ലാത്ത വസ്തുവിന് പണം ചെലവാക്കുക എന്നുള്ളത് ഒരു വിഡ്ഢിത്തരമാണ്. അങ്ങനെ ഉപകാരം നിരോധഘട്ടകമായ കിട്ടി. ഇത് ഇമാം തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 4ാം വോള്യം 236, 237 പേജുകളിൽ അതുപോലെ തന്നെ മഹാനായ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാർ റളിയല്ലാഹു തആല അൻഹു അസ്നൽ മതാലിബിലും അതുപോലെ എല്ലാ കിതാബുകളിലും പറഞ്ഞ സംഗതിയാണ്. കൂടുതൽ ഈ വാർത്തകൾ വായിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാത്ത കട്ടായി പോകുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. കട്ടാവുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ പറയുന്നത് കട്ടാകുന്നുണ്ടോ? ഓക്കെ എന്നല്ലേ? ശരി. അപ്പോ ഇതിന് മറുപടി പറയാൻ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞതിന്റെ ഇബാറത്ത് ഞാൻ വായിച്ചു കഴിഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞ ഇബാറത്ത്? ഞാൻ വായിച്ചു കഴിഞ്ഞു. ഖർള് ചെയ്യപ്പെടുന്ന വസ്തു സലമിന് പറ്റുന്ന മുസ്ലിം ഫീഹി ആവാൻ പറ്റണം. മുസ്ലിം ഫീഹി ആവാൻ പറ്റുന്ന വസ്തു വിൽക്കപ്പെടുന്ന വസ്തു അതിന് വിലയാക്കാനും പറ്റുന്ന വസ്തുവായിരിക്കണം. വിലയാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, വിൽക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തത്തിൽ ഉപകാരമുള്ള വസ്തുവായിരിക്കണം. നിങ്ങൾ പറയുന്നു കറൻസി സ്വന്തത്തിൽ ഉപകാരമില്ല, പിന്നെ എങ്ങനെ അത് കടം കൊടുക്കാൻ പറ്റുക? കടം കൊടുക്കാൻ പറ്റുമ്പോ പിന്നെ എങ്ങനെ? കടം കൊടുക്കാൻ പറ്റാത്തതിന് പിന്നെ കടപ്പലിശയുടെ ചർച്ച നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത്? കടം കൊടുക്കാൻ പറ്റുമെന്നും അതിൽ കടപ്പലിശ വരുമെന്നുള്ളതിലും ഒരാൾക്കും തർക്കമില്ല എന്ന് നജീബ് മൗലവി എഴുതിയതിന്റെ അടിസ്ഥാനം എന്താണ്? അതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചത്. ആരാണ് മറുപടി എഴുതിയത് എന്നുള്ളത് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. മറുപടി എനിക്ക് ഇവിടെ വാട്സപ്പിൽ പ്രസിദ്ധീകരിച്ച ആളാരാണ്, എന്താണ്, ഏതാണ് എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തേണ്ട അതിന് പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിന് ഇവർ ചോദിച്ച ചോദ്യം, അതിനു മുമ്പ് ഞാൻ ഇവരോട് വേറെ ചില ഗ്രൂപ്പുകളിലൊക്കെ അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ട് ചില സംസാരത്തിലൊക്കെ ഈ കറൻസിക്ക് സക്കാത്തുണ്ടോ അഥവാ സ്വർണ്ണവെള്ളിയുടെ പദവിയുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് കറൻസി എന്നുള്ളത് സ്വന്തത്തിൽ വിലയുണ്ടോ ഇല്ലേ എന്നുള്ളത് തീരുമാനമാക്കണം എന്ന് ഒരു എളിയ ആവശ്യം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ആവശ്യത്തെക്കുറിച്ച് ഇവർ പറഞ്ഞെന്താ വെച്ചാല് അതൊരു ഭീമമായ അബദ്ധമാണ് എന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ സ്വന്തത്തിൽ വില ഉണ്ടെങ്കിലല്ലേ കടം കൊടുക്കുന്ന വസ്തുവാകാൻ പറ്റുള്ളൂ. ഞാൻ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ ചോദ്യം ഉന്നയിച്ചത്. അപ്പൊ ഇവര് പറഞ്ഞത് അതൊരു ഭീമമായ അബദ്ധമാണ് എന്നുള്ളതാണ്. ഞാൻ അവരിൽപ്പെട്ട ഒരു സുഹൃത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് പ്രതികരണം ഞാനിവിടെ പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കാം. ആരടുത്താണ് ആ ക്ലിപ്പുള്ളത്? ആ ക്ലിപ്പുള്ള ആളൊന്ന് കൈ പൊന്തിച്ചാൽ. ആരടുത്തേലും ക്ലിപ്പുണ്ട്? നമ്മളെ ജാഫർ സാഹിബിന്റെ അടുത്ത് ക്ലിപ്പില്ലേ? ആ റൈറ്റ് വേ എന്ന് കൈ പൊന്തിച്ച ആൾ ആരാണ്? അയാൾ ക്ലിപ്പുള്ള ആളാ? ഹലോ, കൈ പൊന്തിച്ച റൈറ്റ് വേ ക്ലിപ്പുള്ള ആളാണ്. എന്നാൽ അയാൾ മൂപ്പർ നിങ്ങൾ അതൊന്ന് ഒറ്റയടിക്കൊന്ന് പ്ലേ ചെയ്യുക. ഞാനത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ചോളാം. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യുക. നിങ്ങളത് ഉടനെ പ്ലേ ചെയ്യുക. അസ്സലാമു അലൈക്കും. ആദ്യം കറൻസിക്ക് സ്വന്തം വിലയുണ്ടോ എന്ന് തീരുമാനമാകട്ടെ, എന്നിട്ടാവാം അതിന് സ്വർണ്ണവെള്ളിയുടെ സ്ഥാനമുണ്ടോ എന്ന ചർച്ച എന്ന് ഒരു ടെക്സ്റ്റ് MT ധാരമിയുടേതായി കണ്ടു. ഒരു മഹാ അബദ്ധത്തിൽ നിന്നാണ് ഇത് വരുന്നത്. കാരണം
കറൻസിക്ക് സ്വയം വിലയില്ല എന്ന കാരണം പറഞ്ഞിട്ടല്ല സക്കാത്ത് നിർബന്ധമില്ല എന്ന് പറയുന്നത്. കറൻസിക്ക് സ്വയം വിലയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് വിലയായി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒന്നും സക്കാത്ത് നിർബന്ധം ഇല്ല എന്നാ ഞങ്ങൾ പറയുന്നത്. സ്വർണം വെള്ളി എന്ന് പറയുന്നതിന് സമനായി വിലയായി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒക്കെയും അതിന് സക്കാത്ത് നിർബന്ധമാണ് എന്നും. അപ്പൊ സമനാണോ, വില ഉണ്ടോ ഇല്ലേ, സമനായി ഉപയോഗിക്കുന്നുവോ ഇല്ലേ എന്നതല്ല പ്രശ്നം. ദിർഹമ് ദീനാറ് പോലെ സമനായി ഉപയോഗിക്കുന്ന സ്വർണവെള്ളികൾക്കും ആഭരണം തങ്കക്കട്ടി പോലത്തെ സമനായി ഉപയോഗിക്കാത്ത സ്വർണവെള്ളികൾക്കും സക്കാത്ത് നിർബന്ധമാണ്. അപ്പൊ സമനായിരിക്കുക എന്നതല്ല, സമനായി അല്ലാഹു തആല പടച്ച രണ്ട് ജൗഹറുകളാണ് സ്വർണവും വെള്ളിയും. ആ സ്ഥാനം അത് ബാക്കിയുള്ളതും കൂടി പ്ലേ ചെയ്യും. ബാക്കിയുള്ളതും കൂടി പ്ലേ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. വെള്ളിയും ആ സ്ഥാനം കറൻസിക്ക് ഇല്ല എന്നാ പറയുന്നത്. സമനായി പടച്ചത് കൊണ്ട് തന്നെ ലാ യൻഫക്കു അൻഹുമാ അസ്ലൻ, സമനീയത്ത് എന്നുള്ളത് അതിന് ലാസ്യമായ ഗുണമാണ്. അത് അതിനെ തൊട്ട് ഒഴിഞ്ഞു പോകില്ല. സ്വർണ്ണവെള്ളിയെ തൊട്ട് ഇന്ന് നമ്മൾ അതിനെ സമനായി കണ്ടാലും ശരി, കണ്ടിട്ടില്ലെങ്കിലും ശരി, വഇല്ലം തകുൻ അസ്മാനൻ എന്ന് വ്യക്തമായി ശർഹുൽ മുഅദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്, അത് സമനല്ലെങ്കിലും. അപ്പൊ ഇന്ന് നമ്മൾ അതിനെ സമനായി കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ശരി, സമനീയത്ത് എന്നത് അതിലെ അസ്ൽ ഖിൽഖത്തിലെ ഉള്ളതാണ്. ആ ഒരു ഗുണം കറൻസിക്ക് ഇല്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് കറൻസിക്ക് സ്വയം വിലയുണ്ടോ, വിലയായി ഉപയോഗിക്കുന്നതാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യുന്ന ആളുകൾ വിഷയത്തിന്റെ മർമ്മം മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വന്നതിൽ ബഹുമാനികളെ, അത് പിന്നെ ക്ലിപ്പ് സൗണ്ട് ക്ലിയർ കുറവുണ്ട്. എന്നാൽ അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരോട് ചോദിച്ച ചോദ്യം എന്താണ്, കറൻസിക്ക് സക്കാത്ത് ഉണ്ടോ എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് കറൻസി സ്വന്തത്തിൽ അതിന് വിലയും ഉപകാരവും ഉണ്ടോ, അതിൽ നിങ്ങളൊരു തീരുമാനം പറയൂ. അതിൽ നിങ്ങൾക്ക് തീരുമാനം പറയാൻ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വൈരുദ്ധ്യത്തിന് നിങ്ങൾ മറുപടി പറയാൻ കഴിയാതെ കുഴങ്ങേണ്ടി വരും. സക്കാത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വിലയുണ്ടാവണം എന്ന ചർച്ചയിലേക്ക് കൊണ്ടുപോകാനല്ല ഞാൻ ആ ചോദ്യം ഉന്നയിച്ചത്. കടം കൊടുക്കപ്പെടാൻ പറ്റുന്ന വസ്തു ആവണമെന്നും സ്വന്തത്തിൽ വിലയില്ല എന്നും പറയുന്നത് തമ്മിൽ വൈരുദ്ധ്യമില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, സ്വന്തത്തിൽ വിലയില്ല എന്ന വാദം ഞങ്ങൾക്കില്ല. അപ്പൊ നമുക്ക് അതിന്റെ അപ്പുറം പറയാം. നിങ്ങൾ എന്നാണോ സ്വന്തത്തിൽ കറൻസിക്ക് വിലയില്ല എന്ന് പറയുന്നത്, അപ്പൊ അതിന്റെ അപ്പുറം ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ധൈര്യത്തോടുകൂടി പറഞ്ഞോളൂ, സ്വന്തത്തിൽ വിലയില്ല, അല്ലെങ്കിൽ സ്വന്തത്തിൽ ഒരു ഉപകാരവും അതിനില്ല, ഒരു മംഫഅത്തും ഇല്ലാത്ത വസ്തുവാണ്, സ്വന്തമായിട്ട് ചിന്തിക്കുമ്പോൾ അതിനൊരു മംഫഅത്തും ഇല്ലാത്ത വസ്തുവാണ് എന്ന് നിങ്ങൾക്ക് വാദം, നിങ്ങളത് സമ്മതിക്കുന്നവരാണെങ്കിൽ അത് തുറന്നാണ് പറഞ്ഞാൽ മതി. വില ഇല്ലെങ്കിലും വില ഉണ്ടെങ്കിലും സക്കാത്തില്ല നിങ്ങൾ പറയാനുള്ള കാരണം അതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇവര് സക്കാത്തിലേക്ക് കൊണ്ടുപോകാൻ ഇതിന് ഇവർക്ക് തീരുമാനം പറയാൻ കഴിയുന്നില്ല. കാരണം തീരുമാനം പറഞ്ഞാൽ അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ അതിന്റെ പിറകിൽ വരാനുണ്ടെന്ന് അവർക്കറിയാം. വില ഇല്ല എന്നുള്ളതിൽ നിലനിന്നാലോ അപ്പൊ കടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യം അവരോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കപ്പെടും എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ ചോദ്യത്തിൽ നിന്ന് തന്ത്രപരമായിട്ട് ഒഴിയാൻ വേണ്ടി നമ്മൾ ചോദിച്ച ചോദ്യം ഒരു ഭീമമായ അബദ്ധത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന് വരുത്തി തീർത്തത്. എന്നാൽ ഇത് സംസാരിച്ച, ഈ ആരോപണം ഉന്നയിച്ച ഇദ്ദേഹത്തിനാണ് യഥാർത്ഥത്തിൽ ഭീമമായ അബദ്ധം സംഭവിച്ചത്. കാരണം ഒരു വിലയും ഒരു പ്രയോജനവും, വില എന്നോട് ഉദ്ദേശിച്ചത് മംഫഅത്താണ്, ഒരു ഉപകാരവും ഇല്ലാത്ത വസ്തുവാണ് കറൻസി എങ്കിൽ പിന്നെ അതൊരു ധനമല്ലല്ലോ. ഒരു ഉപകാരവും ഇല്ലാത്ത വസ്തു കറൻസി ലാ യുഅദ്ദു മാലൻ എന്നാണ്. അതിനെ ഒരു മുതലായിട്ട് എണ്ണപ്പെടൂല, ഒരു മുതമവ്വലായിട്ട് അതിനെ എണ്ണപ്പെടൂല. ഒരു മുതലായിട്ട്, ഒരു ധനമായിട്ട്
ഒരു സമ്പത്തായിട്ട് അതിനെ പരിഗണിക്കപ്പെടൂലാണ്. ഇങ്ങനെ സമ്പത്തായിട്ട് പരിഗണിക്കപ്പെടാത്ത ഒരു വസ്തു, ആ വസ്തു പിന്നെ മുതലിന്റെ സക്കാത്തല്ലേ? ആടുമാട് ഒട്ടകാണെങ്കിലും, അല്ലെങ്കിൽ ഈത്തപ്പഴം മുന്തിരിയാണെങ്കിലും, അതല്ലെങ്കിൽ സ്വർണം വെള്ളിയാണെങ്കിലും, ധാന്യവർഗങ്ങളാണെങ്കിലും, കച്ചവട ചരക്കാണെങ്കിലും, അതൊക്കെ മുതലിന്റെ സക്കാത്തല്ലേ? സമ്പത്തിന്റെ സക്കാത്തല്ലേ? ധനത്തിന്റെ സക്കാത്തല്ലേ? അപ്പൊ ഇത് ധനം തന്നെയല്ല എന്നാണെങ്കിൽ പിന്നെ അതിൽ ഏതാനും സക്കാത്തില്ല എന്ന് വന്നില്ലേ? അപ്പൊ ധനമല്ലാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ വാദം നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അതും സക്കാത്തും തമ്മിൽ ബന്ധമല്ല നിങ്ങൾ മനസ്സിലാക്കിയത്. കാരണം സക്കാത്ത് എന്ന് പറയുന്നത് രണ്ടു തരം സക്കാത്താണുള്ളത്. ഒന്ന് സക്കാത്തുൽ മാല്, ഒന്ന് ധനത്തിന്റെ സക്കാത്ത്. രണ്ട് സക്കാത്തുൽ ബദനി, ശരീരത്തിന്റെ സക്കാത്ത്. ശരീരത്തിന്റെ സക്കാത്തിനെ സംബന്ധിച്ചാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുക. അപ്പൊ ധനത്തിന്റെ സക്കാത്ത്, ആ ധനത്തിന്റെ സക്കാത്ത് കറൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുന്നത്? കറൻസി സ്വർണ്ണവള്ളിയുടെ നഖദീയത്തുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച, ആ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇതൊരു മാലാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തർക്കല്ലേ? അപ്പൊ മാലാണോ ഇല്ലേ എന്നുള്ളത് തർക്കിക്കുന്ന ആളുകളോട് അത് നഖദീയത്തുണ്ടോ ഇല്ലേ എന്നുള്ള തർക്കവുമായി ഞങ്ങൾ വരില്ല വേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾക്കത് മാലാണോ, അത് മുതലാണോ, സമ്പത്താണോ, അതിനെ ഒരു മുതമവ്വലായിട്ട് ഒരു മാലായിട്ട് എണ്ണപ്പെടുന്ന വസ്തുവാണോ? നെഫ്റ്റില്ലാത്ത വസ്തുവിനെ സംബന്ധിച്ച് ഫുഖഹാക്കൾ പറഞ്ഞെന്താണ്? ലിഅന്നഹു ലാ യുഅദ്ദു മാലൻ എന്നാണ്. അതിനെ സംബന്ധിച്ച് ഒരു ധനം എന്ന് അതിനെപ്പറ്റി പറയപ്പെടുകയില്ല. ഫലാ യുഅദ്ദാനി മാലൻ ഫിൽ ഉർഫി, ഉർഫിൽ ജനങ്ങളുടെ കീഴ്വഴക്കത്തിൽ അതിനൊരു സമ്പത്തായിട്ട് എണ്ണപ്പെടൂല. ഐ യുഖാബലു ബിൽ അഅ്വാദി, അതിനെ പകരം കൊടുത്ത് വാങ്ങപ്പെടുകയില്ല എന്നാണ്. പിന്നെ കേവല ധനം എന്ന് പറയുന്നതല്ലല്ലോ സക്കാത്തിന്റെ മുതൽ എന്ന് പറയുന്നത്. ഉറുഫിൽ ധനമായിട്ട് എണ്ണപ്പെടാത്ത, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ധനമായിട്ട് എണ്ണപ്പെടാത്ത, അതേസമയത്ത് യഥാർത്ഥത്തിൽ അത് ധനമായിരിക്കും. അങ്ങനെയുള്ള മാല് മുത്തമവ്വലും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഫുഖഹാക്കൾ പറയുന്നുണ്ട്. മാല് മുത്തമവ്വല്, മാല് എന്ന് പറയുന്നത് ധനം, മുത്തമവ്വല് എന്ന് പറഞ്ഞാൽ ധനമായിട്ട് എണ്ണപ്പെടുന്ന വസ്തു. ഇത് തമ്മിലുള്ള വ്യത്യാസം ഫുഖഹാക്കൾ പല ഇഖ്റാറിന്റെ ബാബിലും വസ്ബിന്റെ ബാബിലും ഒക്കെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അൽ അശ്ബാഹു വൻ നബായിറിൽ അൽ മാലു വൽ മുത്തമവ്വിലിന്റെ ഇടയിലുള്ള ഫർഖ് ഇമാം ഷാഫിഈ തങ്ങളെ തൊട്ടും അതുപോലെ തന്നെ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ധനത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആ സക്കാത്ത് കൊടുക്കപ്പെടുന്ന ധനം എന്ന് പറയുന്നത് എന്താണ്? അത് കൊടുക്കാനും വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റുന്ന വസ്തുക്കളല്ലേ? അത് പ്രയോജനം നെഫ്റ്റുള്ള വസ്തുക്കളല്ലേ? അപ്പൊ ആ ഗണത്തിൽ ഇത് ഉൾപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് ആദ്യമായിട്ട് ബേസിക് ആയിട്ട് അവിടുന്ന് ചർച്ച തുടങ്ങണം. അത് ഭീമമായ അബദ്ധമാണെന്ന് പറഞ്ഞ ആ ആൾക്കത് മനസ്സിലായിട്ടില്ല. ആ ചോദ്യത്തിന്റെ മറി എവിടേക്കാണ് ചെന്ന് മുട്ടുന്നത് എന്ന് ആ സുഹൃത്തിന് മനസ്സിലായിട്ടില്ല. ആ സഹോദരന് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പിലൂടെ ഇതൊരു പരമമായ അബദ്ധത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു വാദമാണ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചത്. ചോദ്യത്തിന്റെ മറി, അതിന്റെ ദിശ ചർച്ചയെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം തീരെ ആലോചിച്ചില്ല എന്ന് ഞാൻ ഉണർത്താൻ ഈ സമയം ഉദ്ദേശിക്കുകയാണ്. അപ്പോ ഇതിലിവര് പറയുന്നത് എന്താ വെച്ചാല്, എനിക്ക് തന്ന മറുപടിയിൽ, സംസ്ഥാനക്കാർ നൽകിയ മറുപടിയിൽ അവർ പറഞ്ഞത്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കടം കൊടുക്കപ്പെടുന്ന വസ്തു എന്തായിരിക്കണം? അത് സലമിന് പറ്റുന്ന വസ്തുവായിരിക്കണം. കളിയെയാണ് ആദ്യമായിട്ട്, അത് ഫത്ഹുൽ മൈനും ഒക്കെ വായിച്ച് നിങ്ങളുടെ മുമ്പിൽ അത് സമർപ്പിച്ചു കഴിഞ്ഞു. എന്റെ സ്വന്തം കളിയല്ല, ഫുഖഹാക്കൾ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ എന്റെ സ്വന്തമായ വാചകമല്ല. അതിനവര് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: പ്രിയ MT ദാരിമി, നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ കദിയ എന്താണ്? കടമിടപാട് ശരിയാവാൻ സലമിന്റെ ഷർത്തൊക്കണം, സലമ് നടക്കാൻ സ്വന്തത്തിൽ വിലയുണ്ടാകണം എന്ന വാദം തന്നെ പൂർണ്ണമായും ശരിയല്ല. ഞാൻ ഫിഖ്ഹിന്റെ കിതാബ് ഉദ്ധരിച്ചു കണ്ട് പറഞ്ഞതാണ്. അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഫുഖഹാക്കൾ പറഞ്ഞത് ശരിയല്ല എന്നതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് കടം കൊടുക്കപ്പെടുന്ന വസ്തു സലമിന് പറ്റണം. അത് ഫത്ഹുൽ മീൽ പറഞ്ഞല്ലേ, സലമ് ചെയ്യപ്പെടുന്ന വസ്തു, മുസ്ലിം ഫീഹിയായ വസ്തു എന്തിന് പറ്റണം? ബൈഇന് പറ്റണം. അതും ഫത്ഹുൽ മീൽ പറഞ്ഞല്ലേ. ബൈഇന് പറ്റണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തത്തിൽ ഉപകാരമുള്ള വസ്തുവായിരിക്കണം. അതും എല്ലാ കിതാബിലും പറഞ്ഞല്ലേ. ഇനി ഇബാറത്തുകൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് എന്റെ കളിയെ പൂർണ്ണമായിട്ടും ശരിയല്ല. അതിന്റെ അർത്ഥം എന്താണ്? കർമ്മശാസ്ത്ര വിശാരദന്മാർ നമ്മെ പഠിപ്പിച്ച ആശയം പൂർണ്ണമായും ശരിയല്ല.
അതിലെന്തൊക്കെയോ ന്യൂനതയുണ്ട്. എന്നെ ശരിയാക്കാൻ വേണ്ടി പുറപ്പെട്ട സംസ്ഥാനക്കാര് എവിടെ എത്തിയവര്? അവര് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ മേൽ അപൂർണത ആരോപിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് എന്തിനാണ് അവർ പോയത്? എന്നിട്ട് അവർ കൊടുത്ത ഇബാറത്ത് എന്താണ്? ഫതുഹുൽ മുഈനിൽ അവർ പറഞ്ഞെന്താണ്? മുൻകൂർ കച്ചവടം അഥവാ സലമ് നടക്കാൻ മൻഫഅത്ത് ആയാലും മതി. അത് ഇമാമുകൾ നമ്മെ ഉദാഹരണ സഹിതം പഠിപ്പിക്കുന്നുണ്ട്. ഫതുഹുൽ മുഈനിൽ വരെ അത് പറയുന്നുണ്ട്. ഇമാം റംലി തന്റെ നിഹായയിൽ രേഖപ്പെടുത്തുന്നത് വയജൂസു കൗനുഹു ഐ റൈസിൽ മാലി മൻഫഅത്തൻ മഅലൂമത്തൻ കമാ യജൂസു ജഅലുഹാ സമനൻ വ ഉജ്റത്തൻ വ സദാഖൻ. സലമ് കച്ചവടത്തിന് മുൻകൂറായി അടക്കുന്ന മുതൽ മുടക്കുണ്ടല്ലോ, മുടക്കുമുതലിനെ പറ്റിയല്ല ഞാൻ അന്ന് കലിയ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ഫീഹിനെ പറ്റിയാണ്. മുസ്ലിം ഫീഹി എന്തായിരിക്കണം? ബൈഇന് പറ്റണം. അപ്പൊ ഇവരെന്താ പറയുന്നത്? റൗസുമാലും മൻഫഅത്തുമാവാ. അരി എത്രാന്ന് ചോദിക്കുമ്പോ പയർ അന്നാരി എന്നാ മറുപടി പറയല്. ഖർദിന് പറ്റുന്ന വസ്തു മുസ്ലിം ഫീഹി ആവാൻ പറ്റണം. മുസ്ലിം ഫീഹാണ് ഇറക്കി കൊടുക്കപ്പെടുന്ന ചെക്കിനെ പറ്റിയാ മുസ്ലിം ഫീഹി അറിയാം. മുടക്കുമുതലിനെ പറ്റിയല്ല, റൗസുമാലിനെ പറ്റിയല്ല. എന്നിട്ട് റൗസുമാലിന്റെ ഇബാറത്തായിട്ടാണ് ആദ്യമായിട്ട് ഇവർ കടന്നു വന്നത്. അതും നമ്മൾ പറഞ്ഞു എന്താ ബന്ധം? ഇനി സമ്മതിച്ചു, സല്ലംന, റൗസുമാല് മൻഫഅത്തായാൽ മതി. അതിനെന്താ? റൗസുമാല് മൻഫഅത്തായാൽ മൻഫഅത്ത് ബൈഇന് പറ്റുമല്ലോ. മൻഫഅത്ത് ബൈഇന് പറ്റും. അത് ഞാൻ വേറെ വായിക്കാം. അതൊരിക്കലും ഞാൻ സമർത്ഥിച്ച ആശയത്തിനു, എന്റെ സൂറക്കോ എന്റെ കുബറക്കോ എന്റെ നതീജക്കോ ഒരു നിലക്കും ബാധിക്കുന്ന, അതിനെ ഖണ്ഡിക്കുന്ന ഒരു ഇബാറത്ത് അല്ല. പിന്നെ വെറുതെ ആളുകളെ കണ്ണുപൊടിയിടാൻ വേണ്ടി സ്തബ്ധരായി നിൽക്കുന്ന പ്രവർത്തകരെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? പിന്നെ അവർ അതിന്റെ തൊട്ട് താഴെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഇബാറത്ത് കൊടുക്കുന്നുണ്ട്. എന്താണ്? ജമലിൽ നിന്നുള്ള ഉദ്ധരണി. വയസിഹു കൗനുഹാ മുസ്ലിമൻ ഫീഹി. മൻഫഅത്ത് മുസ്ലിം ഫീഹി അഥവാ സലമ് കച്ചവടത്തിൽ ഇറക്കിക്കൊടുക്കപ്പെടുന്ന ചരക്ക്. ആ ചരക്ക് മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു തടിയല്ല, ഒരു ഉപകാരം. അതാണ് മൻഫഅത്ത് എന്ന് പറയുന്നത്. അത് മൻഫഅത്ത് മുസ്ലിം ഫീഹി മൻഫഅത്താവാൻ പറ്റും എന്ന് പറഞ്ഞു. അതിനെന്താ അത്ര കുഴപ്പമുള്ളത്? അത് നമ്മളെ വാദത്തിന് എങ്ങനെ ഗണ്ണിക്കും? വെറുതെ ഇബാറത്ത് കൊടുത്തിട്ട് അതൊന്നും പറഞ്ഞാൽ മതിയോ? ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു എന്താ പറയുന്നത്? ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു തആല തുഹ്ഫയിൽ പറഞ്ഞത് എന്താണ്? വയജൂസു ഇഖ്റാദു കുല്ലി മാ യുസ്ലമു ഫീഹി. മുസ്ലിം ഫീഹി ആവാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളെയും കടം കൊടുക്കാനും പറ്റും. മുസ്ലിം ഫീഹിക്ക് നിബന്ധന എന്തൊക്കെയുണ്ടോ അതല്ല. മുസ്ലിം ഫീഹിറ മുൻകൂർ കച്ചവടത്തിൽ മുൻകൂർ മുടക്കുമുതൽ നൽകിയിട്ട് അതിന് ഇറക്കി കൊടുക്കപ്പെടുന്ന ചരക്ക്, അതാണ് മുസ്ലിം ഫീഹി എന്ന് പറയുന്നത്. ആ മുസ്ലിം ഫീഹി ഏതൊക്കെ വസ്തുവാണ് അതൊക്കെ കടം കൊടുക്കാനും പറ്റും, കടം കൊടുക്കലും ജായിസാവും. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ് റൗള. ശരിക്കും ശ്രദ്ധിച്ചു, റൗളയിലുണ്ട് ഹുന സലമിന്റെ അധ്യായത്തിൽ, അല്ല ഖർദിന്റെ അധ്യായത്തിൽ. അനിൽ ഖാദി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മൻഉ ഖർദിൽ മൻഫഅത്തി, മൻഫഅത്തിനെ കടം കൊടുക്കാൻ പറ്റൂല. മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ എന്റെ മുന്നിൽ ഇപ്പൊ ഒരു ഗ്ലാസ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ ഗ്ലാസ് ഒരാൾക്ക് കടം കൊടുക്കണം. ഈ ഗ്ലാസ് ഞാൻ നിങ്ങൾക്ക് അപ്പൊ അത് ആ തടിന വസ്തുവിനെ നമ്മൾ കടം കൊടുക്കുന്നത്. ഇനി ഗ്ലാസിന് കടം കൊടുക്കാതെ ഗ്ലാസിന്റെ ഉപകാരത്തെ കടം കൊടുക്കുക. ഒരു മാസത്തിൽ നിങ്ങൾ ആ ഗ്ലാസ്സിൽ ചായ അടിച്ചോളി എന്ന് പറയാം. മറിച്ച് പകരം എനിക്ക് എന്ത് ചെയ്യണം? അതിന് ആ ഉപകാരം കടം വീട്ടും വേണം. ഇതിനെ പറ്റിയാണ് മൻഫഅത്തിനെ കടം കൊടുക്കുക. അങ്ങനെ മൻഫഅത്തിന് മാത്രമായിട്ട്, വസ്തുവിനെ അല്ലാതെ വസ്തുവിന്റെ ഉപകാരത്തെ മാത്രമായിട്ട് കടം കൊടുക്കാൻ പറ്റില്ല. കാരണം സലമ് പറ്റാത്തത് കൊണ്ട് എന്ന് റൗദയില് ഖർദിന്റെ അധ്യായത്തിൽ, റൗദ എന്ന് പറയുന്നത് നബിമാമിന്റെ പ്രബലമായ ഗ്രന്ഥമാണ്. എന്നാൽ വഫീഹ റൗദയിൽ തന്നെയുണ്ട് അസ്രിഹ ശറഹുൽ കബീർ പോലെ ഫിൽ ഇജാറത്തി വാടകയെ പറ്റി പറയുന്ന അധ്യായത്തിൽ ജവാസുഹുമാ. അത് രണ്ടും, ഏത് രണ്ടും? മൻഫഅത്തിനെ കടം കൊടുക്കാനും പറ്റും, സലമിനും പറ്റും.
അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന ഇബാറത്ത് എന്താണ്? മംഫഅത്തിനെ കടം കൊടുക്കാൻ പറ്റും എന്നല്ലേ? മംഫഅത്തിനെ സലമ് ചെയ്യാൻ പറ്റും. മംഫഅത്തിനെ സലമ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മംഫഅത്തിനെ കടം കൊടുക്കാനും പറ്റും. അപ്പൊ എന്റെ കവിയെ നിങ്ങൾ തന്നെ സ്ഥിരപ്പെടുത്തുക ചെയ്തത്. അത് റൗദയിൽ 2 ഇബാറത്താണുള്ളത്. മംഫഅത്തിനെ കടം കൊടുക്കാൻ പറ്റൂല എങ്കിൽ, അല്ല അങ്ങനെയല്ല, മംഫഅത്തിനെ സലമിന് പറ്റൂല എങ്കിൽ, ഒരു വസ്തുവിന്റെ ഉപകാരത്തെ മുൻകൂർ കച്ചവടത്തിന് പറ്റൂല എങ്കിൽ അത് കടം കൊടുക്കാനും പറ്റൂല. ഇനി പറ്റും എന്നാണെങ്കിലോ അപ്പൊ കടം കൊടുക്കാനും പറ്റും. കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ സ്ഥിരപ്പെട്ടത്. ഒരു വസ്തുവിനെ, ഒരു സംഗതിയെ, ഒരു സാധനത്തെ കടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് സലമിന് പറ്റണം. സലമിന് പറ്റൂല എന്നാണോ എന്നാ കടം കൊടുക്കാനും പറ്റൂല. അതുകൊണ്ടാണ് ഖർദിന്റെ ബാബിൽ റൗദയിൽ അങ്ങനെ ഇബാറത്തിട്ടത്. എന്നാൽ സലമിന് പറ്റുമെന്നാണോ എന്നാ കടം കൊടുക്കാനും പറ്റും. അതുകൊണ്ടാണ് ഇജാറത്തിന്റെ ബാബിൽ റൗദയിൽ അങ്ങനെ ഇബാറത്തിട്ടത്. പക്ഷെ ഈ 2 വാദവും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. ഒരിടത്ത് പറയുന്നു സലമും കടവും പറ്റും, ഒരിടത്ത് പറയുന്നു സലമും കടവും പറ്റൂല. ഈ വൈരുദ്ധ്യത്തെ മഹാനായ ഇമാം അസ്നവി റളിയല്ലാഹു തആല അൻഹു സംയോജിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ള ഇമാമുമാർ. എങ്ങനെയാണ് സംയോജിപ്പിച്ചത്? മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫയിൽ പറയാണ്, വജമഅൽ അസ്നവിയ്യു വഗൈറുഹു അഖദൻ മിൻ കലാമിഹിമാ ബിഹംലിൽ മൻഇ അലാ മൻഫഅത്തി മഹല്ലിൻ മുഅയ്യനിൻ. പറ്റൂല എന്ന് പറയുന്നത് പറമ്പിന്റെ ഉപകാരത്തിനെ, ഒരു നിശ്ചിതമായ പറമ്പ്, അഖാർ, നിശ്ചിതമായ ഒരു പറമ്പിന്റെ മൻഫഅത്തിനെ സലമ് ചെയ്യാൻ പറ്റൂല. മുൻകൂർ പണം വാങ്ങിയിട്ട് അത് ഇറക്കി കൊടുക്കുക എന്നുള്ള ആ ഇടപാടിന് പറ്റൂല. അതുകൊണ്ട് കടം കൊടുക്കാനും പറ്റൂല. അതേസമയത്ത് അല്ലാത്ത വസ്തുക്കളുടെ മൻഫഅത്തിനെ പറ്റിയാണ് എന്ത് പറഞ്ഞത്? പറ്റും എന്നും പറഞ്ഞത്. والحل على منفعة في الذمة وهي منفعة غير الأقار كما مر أوائل السلم. ഇബ്നു അബ്ദുൽ ഹൈതമി തഫ്സീൽ പറയാം. അവ പറമ്പിന്റേതല്ലാത്ത ഒരു മൻഫഅത്തിനെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുക്കുകയും അതിന് മുൻകൂറായി പണം വാങ്ങുകയും ചെയ്യുന്ന സലമിന് പറ്റും. അതാണ് ഇജാറത്തിന്റെ ബാബിൽ പറ്റും എന്ന് പറഞ്ഞത്. പറമ്പിന്റെ മൻഫഅത്ത് പറ്റൂല എന്നും, അതാണ് ഖർദിന്റെ ബാബിൽ പറ്റൂല എന്നും പറഞ്ഞത്. ആര് പറ്റൂല എന്ന് പറഞ്ഞത്? ഇമാം നവവി തങ്ങൾ റൗദയിൽ പറ്റൂല. അപ്പൊ രണ്ട് സ്ഥലത്തിനെ പറ്റി പറഞ്ഞതാണ് എന്ന് ഇമാം അസ്നവി റളിയല്ലാഹു തആല അൻഹു സംയോജിപ്പിക്കുകയും അതിനെ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്ഥിരപ്പെടുത്തിയത് കഴിഞ്ഞ 16-ാം തീയതി ഞാൻ പറഞ്ഞതിനോട് എവിടെയാണ് അവിടെ എതിരുള്ളത്? ഞാൻ പറഞ്ഞത് എന്താണ്? സലമിന് പറ്റുമെങ്കിലേ കടത്തിന് പറ്റുള്ളൂ, സലമിന് പറ്റൂലേ കടത്തിന് പറ്റൂല. പറമ്പിന്റെ ഉപകാരം സലമിന് പറ്റൂല, അപ്പൊ കടം കൊടുക്കാനും പറ്റൂല. അല്ലാത്ത വസ്തുക്കളുടെ ഉപകാരം സലമിന് പറ്റും, അപ്പൊ കടം കൊടുക്കാനും പറ്റും. അപ്പൊ സലമിന് പറ്റാത്തത് കടം കൊടുക്കാൻ പറ്റൂല, സലമിന് പറ്റുന്നതേ കടം കൊടുക്കാൻ പറ്റുള്ളൂ. സലമിന് പറ്റണമെന്നുണ്ടെങ്കിലോ അത് വിൽപ്പനക്ക് പറ്റണം, വിൽപ്പനക്ക് പറ്റണമെന്നുണ്ടെങ്കിലോ സ്വന്തമായ ഉപകാരമുള്ളതായിരിക്കണം. കറൻസിക്ക് സ്വന്തം ഉപകാരമില്ലേ, എന്നാൽ അത് വിൽപ്പനക്ക് പറ്റൂല. വിൽപ്പനക്ക് പറ്റൂല എങ്കിൽ അത് സലമിനും പറ്റൂല, സലമിന് പറ്റൂല എങ്കിൽ അത് കടം കൊടുക്കാനും പറ്റൂല. പിന്നെന്തിനാ നിങ്ങൾ കടം കൊടുക്കാൻ പറ്റുമെന്നും അതിന് വർധനവിനെ ഷർത്താക്കിയാൽ പലിശ വരുമെന്നും അതിൽ ശാഫി മദ്ഹബിൽ തർക്കമേ ഇല്ല എന്നും നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി? ബഹുമാനായ നജീബ് മൗലവി അദ്ദേഹത്തിന്റെ പ്രശ്നോത്തരം എന്ന പുസ്തകത്തിന്റെ 70-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനം എന്താണ്? മറുപടി മുട്ടുമ്പോ പിന്നെ എന്തെങ്കിലും പറയല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്നിട്ട് ഇവരെഴുതാ ഈ ഇബാറത്തോടെ ഇയാൾ കെട്ടിയുണ്ടാക്കിയ മേൽക്കലികൾ തകർന്നു പോയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ ആ തൊഹഫന്റെ ഇബാറത്തൊക്കെ ഒന്ന് വായിച്ച് പഠിക്കും. അതാണ് നിങ്ങളോട് ദയവ് ചെയ്ത് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞ മൻഫഅത്ത്, സലമ് ചെയ്യപ്പെടുന്ന സലമ് ഇടപാട് നടത്തപ്പെടുന്ന മൻഫഅത്ത് അത് ബൈഇന് പറ്റുന്നതാവുന്ന നിഹായത്തിന് രേഖപ്പെടുത്തിയില്ലേ? കമാ യജൂസു ജഅലുഹാ സമനൻ വ ഉജ്റതൻ വ സദാഖൻ. ആ മൻഫഅത്ത് എന്ന് പറയുന്നത് കൂലിയാക്കാനും പറ്റും, വസ്തുവിന്റെ വിലയാക്കാനും പറ്റും, അതുപോലെ തന്നെ വിവാഹത്തിൽ മഹർ വെക്കാനും പറ്റും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് ഉപകാരം തന്നെയാണ്, അത് ഉപകാരമില്ലാത്തതല്ല, അത് ബൈഇന്റെ ഷർത്ത് പാലിച്ചതാണത്.
ആ മംഫഅത്ത് എന്ന് പറയുന്നത് നിങ്ങൾ എനിക്കെതിരിലായി കൊണ്ടുവന്ന മംഫഅത്ത് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് രേഖപ്പെടുത്തിയത്. അപ്പൊ അത് ബൈഇന് പറ്റും, അത് സലമിനും പറ്റും, അത് ഖർദിനും പറ്റും. എവിടെയാണ് ഞാൻ കഴിഞ്ഞ 16-ാം തീയതി പറഞ്ഞതിനോട് ആ ഇബാറത്തുകൾ എവിടെയാണ് എതിരായത്? പറയാൻ സംസ്ഥാനക്കാർക്ക് കഴിയോ? കഴിയില്ല. ഇനി മംഫഅത്ത് മാത്രമായിട്ട്, ഒരു വസ്തുവിന്റെ ഉപകാരം മാത്രമായിട്ട് കച്ചവടം ചെയ്യുന്ന എത്ര മസലകൾ നമ്മളെ ഫിഖ് കിതാബ് പറഞ്ഞിട്ടുണ്ട്. മംഫഅത്ത് മാത്രമായിട്ട് കച്ചവടം ചെയ്യുന്ന എത്ര ഇബാറത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരൊറ്റ ഇബാറത്ത് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയാണ്, തഹ്ഫീൽ ഫർഉൻ, ഇതൊരു അനുബന്ധമാണ്. മിനൽ മനാഫിഇ ശർഅൻ, മതപരമായി ശറഇൽ അംഗീകരിക്കപ്പെട്ട മംഫഅത്തുകളിൽ പെട്ടതാണ്. ഹഖ്ഖുൽ മമർരി ബി അർദിൻ ഔ അലാ സത്ഹിൻ, ഒരു ഭൂമിയിലൂടെ നടക്കാനുള്ള അവകാശം. ഒരു ഭൂമിയിലൂടെ ഒരാൾക്ക് നടക്കാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ, ആ അവകാശം. ഔ അലാ സത്ഹിൻ, അല്ലെങ്കിൽ ഒരു വീടിന്റെ തട്ടിന്റെ മുകളിലൂടെ നടക്കാനുള്ള അവകാശം, അതൊരു മംഫഅത്താണ്. ആ മംഫഅത്ത്, അതിലൂടെ അയാൾക്ക് നടക്കാനൊരു അവകാശം. വജാസ, ജായിസാകുന്നതാണ്. കമാ യഅതി ഫി സുൽഹി, സുൽഹിന്റെ അധ്യായത്തിൽ വരുന്നത് പോലെ, തമല്ലുക്കുഹു, അതിനെ ഉടമപ്പെടുത്തൽ, ബിൽ ഇവദി, പകരം വില കൊടുത്തുകാണ്ട്, അലത്തഅബീദി, ആജീവനാന്തമായിട്ട്, ബിലഫ്ദിൽ ബൈഇ, വിൽപ്പനയുടെ പദം ഉപയോഗിച്ചിട്ട്. അപ്പൊ ഈ നടക്കാനുള്ള അവകാശം അതൊരു മംഫഅത്താണ്. അതൊരു വസ്തുവല്ല, ഒരു സാധനമല്ല, ഒരു മെറ്റലല്ല, മറിച്ച് അതിന്റെ യൂസിംഗ് ആണ്, അതിന്റെ ഉപകാരമാണ്. ആ ഉപകാരത്തെ പണം വാങ്ങിയിട്ട് വിൽക്കാം. അപ്പൊ മംഫഅത്ത് എന്ന് പറയുന്നത് എന്താണ്? വിൽപ്പനക്ക് പറ്റുന്ന വസ്തുവാണ്. വിൽപ്പനക്ക് പറ്റുന്ന വസ്തു ആയതുകൊണ്ട് അത് സലമിനും പറ്റും. സലമിന് പറ്റുന്നത് കൊണ്ട് അത് കടം കൊടുക്കാനും പറ്റും. അതന്നെയല്ലേ ഞാൻ എന്റെ കഴിഞ്ഞ 16-ാം തീയതി പറഞ്ഞത്. കടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ സലമിന് പറ്റണം. സലമിന് പറ്റണമെന്നുണ്ടെങ്കിൽ അത് വിൽപ്പനക്ക് പറ്റണം. വിൽപ്പനക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ സ്വന്തത്തിൽ ഉപകാരം ഉണ്ടാവണം. കറൻസിക്ക് സ്വന്തത്തിൽ ഉപകാരമില്ല എന്നാണോ നിങ്ങളുടെ വാദമെങ്കിൽ അത് സലമിന് പറ്റൂലാന്ന് വരും. മുസ്ലിം ഫീഹിയാവാൻ പറ്റൂലാന്ന് വരും. മുസ്ലിം ഫീഹിയാൻ പറ്റൂലെങ്കിൽ അത് കർമ്മിന് കടം കൊടുക്കാനും പറ്റൂലാന്ന് വരും. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് കടം കൊടുക്കപ്പെടുന്ന വസ്തുവായിട്ടും അതിൽ കടപ്പലിശ വരുന്ന വസ്തുവായിട്ടും അതിൽ ഷാഫി മദ്ഹബിൽ ഒരു തർക്കവുമില്ലാത്ത ഒരു കാര്യവുമായിട്ടും നിങ്ങൾ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനം, തെളിവും ദലീലും എന്താണ്? ചോദ്യത്തിന് മറുപടി ഇല്ലാതെ എന്തെങ്കിലും വാട്സപ്പിൽ ഇട്ടാൽ മതിയോ? പിന്നെ അതിലേറെ വലിയ രസം എന്താണ്? പിന്നെ ഇവര് പറയാം, ഈ ഇബാറത്ത് പ്രകാരം സലമു കച്ചവടത്തിന് സമൻ തന്നെ വേണമെന്നില്ലെന്നും മംഫഅത്തായാലും മതിയെന്നും ബോധ്യമായി. അതിന് ആരാ മംഫഅത്ത് പറ്റൂല എന്ന് പറഞ്ഞത്? ബോധ്യമായി എന്ന് പറയാൻ ആരെങ്കിലും പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടോ? സമൻ തന്നെ വേണമെന്നില്ലെങ്കിലും ഈ സമൻ തന്നെ വേണമെന്നില്ല, മംഫഅത്തായാലും മതിയെന്നും നിങ്ങൾ പറഞ്ഞെന്താ? എന്താ സമനും മംഫഅത്തും തമ്മിൽ മുതബായിനാനിയാണോ? സമനും മംഫഅത്ത് സമന് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ വില ആണ്. ഒരു വസ്തുവിന് നൽകപ്പെടുന്ന പകരമായിട്ട് നൽകപ്പെടുന്ന വില, മൂല്യം, അത് മംഫഅത്തും ആവാം. ഒരു വസ്തുവിന്റെ ഉപകാരത്തെ സമനാക്കാം. സമനും മംഫഅത്തും തമ്മിൽ എന്താ മുതബായിനാനിയാണോ? പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് സാധനങ്ങളാണോ? അല്ലല്ലോ. മതിയെന്നും സമനും മംഫഅത്തും വിപരീതങ്ങളാണോ? രണ്ട് ധ്രുവത്തിലുള്ളതാണോ? വിപരീത വൈരുദ്ധ്യങ്ങളാണോ? ആണെങ്കിലല്ലേ സമന് തന്നെ വേണമെന്നില്ല, മംഫഅത്ത് സമന് മംഫഅത്തും ആവാം. വസ്തു സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ,
ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതിന്റെ ഒരു DC ആയിപ്പോയി. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇത് കർമ്മശാസ്ത്രവും മസലയായതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. എന്നാലും വയലല്ലോ, ചരിത്രമല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാനും കേൾക്കുമ്പോഴൊക്കെ ചില പ്രയാസങ്ങളൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇനി അവർ അടുത്ത ഇബാറത്ത് എന്താണ് പറഞ്ഞത്? ഇനിയും ഇബാറത്ത് വേണമെങ്കിൽ പിടിച്ചോളൂ എന്നാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? അതായത് ഞാൻ കഴിഞ്ഞ 16-ാം തീയതി പറഞ്ഞത് തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അഥവാ ഒരു വസ്തുവിനെ കടം കൊടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് സലമ് കച്ചവടത്തിന്റെ നിബന്ധന പാലിച്ചതായിരിക്കണം. സലമ് കച്ചവടത്തിന്റെ നിബന്ധനകളിൽപ്പെട്ടതാണ് അത് വിൽപ്പനയ്ക്ക് പറ്റുന്നതായിരിക്കണം. വിൽപ്പനയുടെ നിബന്ധനയിൽപ്പെട്ടതാണ് അത് സ്വന്തത്തിൽ ഉപകാരമുള്ള ഒരു ഉപകാരമില്ലാത്ത വസ്തുവിനെ ആരെങ്കിലും കച്ചവടം ചെയ്യുമോ സുഹൃത്തുക്കളെ? അപ്പൊ പിന്നെ അതിനെ മുൻകൂർ കച്ചവടം ഇറക്കുമതി ചെയ്ത് ചരക്കാക്കാനും പറ്റൂല. ഒരു ഉപകാരമില്ലാത്ത വസ്തുവിന് ആർക്കെങ്കിലും കടം കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. ഇവിടെ ഇനി അടുത്ത ഇബാറത്ത് അവർ കൊണ്ടുവരും. ഇനിയും ഇബാറത്ത് വേണമെങ്കിൽ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഫതുഹുൽ മുഈനിലെ കർദിന്റെ ബാബ് പോലും നോക്കാതെയാണ് നിങ്ങൾ ഈ ഉഡായിപ്പ് കവിയകൾ കൂട്ടി നതീജ പുറപ്പെടുവിക്കാൻ നോക്കുന്നത്. വളരെ വ്യക്തമായി മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തുന്നു, വഇന്നമാ യജൂസുൽ ഖർദു മിൻ അഹ്ലി തബർറുഇൻ ഫീമാ യുസ്ലമു ഫീഹി മിൻ ഹയവാനിൻ ഔ ഗൈരിഹി വലൗ നഖദൻ മൗസൂസൻ. അർത്ഥം എന്താണ്? തബർറുഇന്റെ അഹ്ലുകാരിൽ നിന്ന്, അഥവാ സാധാരണ കച്ചവടത്തിനൊക്കെ പറ്റുന്ന പ്രായപൂർത്തിയും ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള ആൾക്കാരെ പറ്റിയാണ് തബർറുഇന്റെ അഹ്ലുകാർ എന്ന് പറയുന്നത്. ഈ തബർറുഇന്റെ അഹ്ലുകാരിൽ നിന്ന് സലമിന് പറ്റുന്ന വസ്തുക്കളിലെ കടം നൽകൽ ജായിസാകൂ. ജീവികൾ, മറ്റുള്ളവ ഉദാഹരണം. അത് കലർപ്പുള്ള നഖദുകളായാലും ശരി. നഅം, അത് കഴിഞ്ഞിട്ട് ഫതുൽ മുഈനിൽ പറയാം, നഅം യജൂസു ഖർദുൽ ഖുബ്സി വൽ അജീനി വൽ ഖമീരിൽ ഹാമിദി. എങ്കിലും റൊട്ടി, ഗോതമ്പ് മാവ്, പുളിച്ച തൈര് എന്നിവ കടം നൽകൽ ജായിസാകും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിൽ ഇങ്ങനെ കാണാം. എന്ത്? ഹാദാ മുസ്തസ്നം മിൻ മഫ്ഹൂമി ഖൗലിഹി ഇന്നമാ യജൂസുൽ ഖർദു ഫീമാ യുസ്ലമു ഫീ. സലമിന് പറ്റുന്ന വസ്തുവിനെ കടം നൽകപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള ആ കായിദ, അത് ഫിഖഹിന്റെ കായിദയാണ്. ആ നിയമത്തിൽ നിന്ന് ഈ പറഞ്ഞ വസ്തുക്കളെ, അഥവാ ഏതൊക്കെ? റൊട്ടി, ഗോതമ്പ് മാവ്, പുളിച്ച തൈര്, ഇവയെ ഒഴിവാക്കപ്പെടുന്നതാണ്. അല്ലേ? ഇത് മുസന്നിഫാണ് ഫതുൽ മുഈനിന്റെ സലമിന് പറ്റുന്നതിനെ കടമിടപാട് പറ്റൂ എന്ന വാക്കിന്റെ താല്പര്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ സലമിന് പറ്റാത്ത വസ്തുക്കളിലും കടമിടപാട് ശരിയാകുമെന്ന് സുധാരാണ്. എന്താ പറഞ്ഞത്? അതായത് സലമിന് പറ്റുന്ന വസ്തുക്കളിലെ കടമിടപാട് പറ്റുള്ളൂ. അതിൽ നിന്ന് മനുഷ്യരുടെ വ്യാപകമായ ആവശ്യത്തെ മുൻനിർത്തി എല്ലാ കാലത്തും ഇങ്ങനെയുള്ള പത്തിരി, പുളിച്ച തൈര്, അതുപോലെ തന്നെ പുളിച്ച മാവ്, അതൊന്നും ഇപ്പൊ എന്താ വെച്ചാൽ മുൻകൂർ പണം വാങ്ങിയിട്ട് ഇറക്കി കൊടുക്കാൻ പറ്റാത്ത വസ്തുക്കളാണ്, സലമിന് പറ്റാത്ത വസ്തുക്കളാണ്. പക്ഷെ അത് കടം കൊടുക്കാൻ പറ്റും. അപ്പൊ സലമിന് പറ്റുന്ന വസ്തുക്കളെ കടം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ നിന്ന് ഇത്തരം ചില കാര്യങ്ങൾ ഇസ്തിസ്ന ചെയ്തിട്ടുണ്ട്. അത് ഇസ്തിസ്ന ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ ഇസ്തിസ്ന ചെയ്തിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. അത് ഇസ്തിസ്ന ചെയ്തിട്ടില്ല എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ അത് എന്റെ വാക്കുകൾക്ക് അത് എങ്ങനെ എതിരാവും? ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് ഇസ്തിസ്ന ചെയ്യാൻ പാടില്ല എന്ന്? പൊതുവായ ഒരു നിയമത്തിൽ നിന്ന് ഫുഖഹാക്കൾ ചിലതിനെ ഇസ്തിസ്ന ചെയ്തു. ആ ഇസ്തിസ്ന ചെയ്തത് എന്തിനു വേണ്ടിയാണ്? അത് لإجماع أهل الأمصار على فعله في الإعصار بلا إنكار. യാതൊരു എതിർപ്പും കൂടാതെ ഇത്തരം വസ്തുക്കൾ കടം കൊടുക്കപ്പെടുക എന്നുള്ളത് എല്ലാ കാലത്തുമുള്ള ആളുകൾ ഐക്യകണ്ഠേന ചെയ്തു പോരുന്ന കാര്യമായതിനു വേണ്ടി. ആയിക്കോട്ടെ, ഇനിയിവിടെ പത്തിരിനെ പറ്റിയാണോ ചർച്ച ഉള്ളത്? പുളിച്ച മാവിനെ പറ്റിയാണോ ചർച്ച ഉള്ളത്? ഇവിടെ അതുപോലെ തന്നെ തൈരിനെ പറ്റിയാണോ ചർച്ച ഉള്ളത്? റൊട്ടി, ഗോതമ്പ് മാവ്, പുളിച്ച തൈര്, ഇതൊക്കെയാണ് ഇവിടെ ചർച്ച. ഇവിടെ കറൻസിയാണ്. കറൻസിനെ ഇസ്തിസ്ന ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഈ ഭാഗത്ത് ഉദ്ധരിച്ചതിൽ നിങ്ങൾ ഉദ്ദേശം എന്താണ്? അപ്പോ റൊട്ടി, പുളിച്ച മാവ്,
അതുപോലെ തന്നെ റൊട്ടി, ഗോതമ്പ് മാവ്, പുളിച്ച തൈര് ഇവയൊക്കെ സലമിന് പറ്റൂലെങ്കിലും കടം കൊടുക്കാൻ പറ്റും എന്നതുപോലെ കറൻസിയും പറ്റും എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എങ്കിൽ ആ ഖിയാസിന് നിങ്ങളുടെ തെളിവെന്താണ്? നിങ്ങൾക്ക് ഖിയാസാക്കാൻ അധികാരമുണ്ടോ? നിങ്ങൾ മുജ്തഹിദീങ്ങളാണ്. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കണം. എന്താണ്? സലമിന് പറ്റുന്ന വസ്തുക്കളിലെ കർന്ന് പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഫുഖഹാഇന്റെ നിയമത്തിൽ നിന്ന് ചില വസ്തുക്കൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് റൊട്ടി, അതിൽപ്പെട്ടതാണ് മാവ്, അതിൽപ്പെട്ടതാണ് തൈര്. ഇവകൾ അതിൽ നിന്ന് അവ സലമിന് പറ്റൂലെങ്കിലും മുൻകൂർ പണം വാങ്ങി ഇറക്കി കൊടുക്കുന്ന വസ്തുക്കളല്ലെങ്കിലും അത് കടമിടപാടിന് പറ്റുന്നതാണ്. അപ്പൊ അതേമാതിരിയാണ് കറൻസി എന്നാണോ? ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ബൈഇന് പറ്റുന്ന വസ്തുക്കളാണ്. ഇതൊക്കെ ബൈഇന്, സലമിന് പറ്റില്ല എന്നേ ഉള്ളൂ. ബൈഇന് അതൊക്കെ പറ്റും. വിൽക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. സ്വന്തത്തിൽ ഉപകാരമുള്ള വസ്തുക്കളാണിത്. കറൻസി സ്വന്തത്തിൽ ഉപകാരം ഉണ്ടോ ഇല്ലേ തീരുമാനിക്കൂ. അത് പത്തിരി പോലെയാണോ, ഗോതമ്പ് പോലെയാണോ, അത് പുളിച്ച തൈര് പോലെയാണോ? തീരുമാനം പറയൂ. ഇനി അതുപോലെയാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ആ ഖിയാസിന് നിങ്ങളുടെ രേഖ എന്താണ്? കറൻസി പുളിച്ച തൈര് പോലെയാണ്, കറൻസി ഗോതമ്പ് മാവ് പോലെയാണ്, കറൻസി റൊട്ടി പോലെയാണ്, പത്തിരി പോലെയാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിന്റെ തെളിവെന്താണ്? അല്ല, അതുപോലെയല്ല. അതുപോലെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ മൂന്നെണ്ണത്തിന്റെ ഉദാഹരണത്തിന്റെ ഇബാറത്ത് എന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ എന്തിനാണ് ആ ഇബാറത്ത് ഉദ്ധരിച്ചത് എന്ന് നിങ്ങൾക്കറിയോ? ആ ഇബാറത്ത് ഉദ്ധരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കറൻസി കടത്തിന് പറ്റുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എങ്കിൽ ആ ഖിയാസിന്റെ രേഖ എന്ത്? നിങ്ങൾ ഖിയാസാക്കാൻ അർഹരായ ആളുകളാണോ? എന്റെ കഴിഞ്ഞ 16-ാം തീയതിത്തെ പ്രസംഗത്തെ പറ്റി നിങ്ങൾ പറഞ്ഞെന്താ? അപാരമായ ഗവേഷണം, മുജ്തഹിദ് എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ അത്യപാരമായ ഗവേഷണത്തിലൂടെ അഗാധമായ ദിഷണശൈലിയോടെ മഹാമുജ്തഹിദുകളായി സംസ്ഥാനക്കാർ പരിണമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? കടം കൊടുക്കപ്പെടണം എന്നുണ്ടെങ്കിൽ സലമിന് പറ്റണം എന്ന് പറഞ്ഞ നിയമത്തിൽ നിന്ന് പത്തിരിയെയും റൊട്ടിയെയും അതുപോലെ തന്നെ കുറച്ച മാവിനെയും പുളിച്ച തൈരിനെയും ഒക്കെ ഒഴിവാക്കപ്പെട്ടതുപോലെ കറൻസിയും ആ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് ഖിയാസാക്കി കണ്ടുപിടിച്ചിരിക്കുകയാണ് സംസ്ഥാനക്കാർ. ഇവർ വലിയ മുജ്തഹിദായി മാറിയിരിക്കുക. അല്ല, അത് ഞങ്ങൾ ഖിയാസാക്കിയിട്ടൊന്നുമില്ല, ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല എന്നാണോ? എന്നാ പിന്നെ എന്തിനാണ് നിങ്ങൾ സുഹൃത്തുക്കൾ നിങ്ങൾ ആ ഇബാറത്തേറ്റ് എന്റെ നേർക്ക് വന്നത്? എന്നെ ഗണ്ണിക്കാൻ നിങ്ങൾ ആ ഇബാറത്ത് പിന്നെ എന്തിനാണ് നിങ്ങൾ കൊണ്ടുവന്നത്? കറൻസി ഈ മൂന്നെണ്ണത്തിനെ പോലെയാണ് എന്നാണെങ്കിൽ നിങ്ങൾ മുജ്തഹിദീങ്ങളായി മാറി, നിങ്ങൾ ഖിയാസിന്റെ ആൾക്കാരായി മാറി. കാരണം ഫുഖഹാക്കൾ പറഞ്ഞ ഇല്ലത്തിൽ നിന്ന് ഒരു മസല പറയുമ്പോഴത്തേക്ക് ഖിയാസായി പോയി എന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? അത് മുജ്തഹിദീങ്ങൾ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിയാണ് ഇപ്പൊ സമസ്തക്കാർ ചെയ്യുന്നത്. ഗവേഷണ പടുക്കളായി മാറുകയാണ്, സ്വയം ഗവേഷകരായി ചമയുകയാണ് എന്ന് ഉലമാക്കളെ സംബന്ധിച്ച് വിമർശിക്കുന്ന നിങ്ങളിപ്പോ ഞങ്ങളെ എതിർക്കാൻ വേണ്ടി ഇബാറത്ത് കൊണ്ടുവന്നപ്പോ നിങ്ങൾ സ്വയം ഗവേഷകരായിട്ട് മാറി. അപ്പോ ഇങ്ങോട്ട് വെച്ച ആ പാലുണ്ടല്ലോ, അത് അങ്ങോട്ടും ഒരു പാലത്തുമുക്ക് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യാണ്. അത് ഒരു പാലത്തുമുക്ക് ഇങ്ങോട്ട് വരുന്ന അതേ വഴി കൂടി തന്നെയാണ് അങ്ങോട്ടും വരിക. അപ്പൊ അത് നിങ്ങൾ ചിന്തിച്ചില്ല. അല്ല, ഇത് കറൻസി, കറൻസി ഈ കടം കൊടുക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം സലമിന് പറ്റണം എന്നുള്ള നിയമത്തിന്റെ നിന്ന് ഒഴിവാക്കപ്പെട്ട കൂട്ടത്തിൽ കറൻസി പെടൂല എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് കൂട്ടരെ നിങ്ങൾ ആ ഇബാറത്തുമായിട്ട് എന്റെ നേർക്ക് വന്നത്? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒന്നും ആലോചിക്കാതെ ഞങ്ങളാണ് കേരളത്തിലെ ഫിഖ്ഹിന്റെ ആശാന്മാരും ഫിഖ്ഹിന്റെ അനന്തരഗാമികളും ഫിഖ്ഹിന്റെ ഔദ്യോഗികമായ ആൾക്കാരും എന്നിങ്ങനെ പറഞ്ഞ് നടക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് ഫിഖ്ഹിന്റെ 4 അയലത്ത് നിങ്ങൾ എത്തിയിട്ടില്ല എന്ന് ഞാനിവിടെ പറയുന്നത് ഒരിക്കലും നിങ്ങളെ അമിതമായി വിമർശിക്കാൻ വേണ്ടിയല്ല. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന ഇബാറത്ത് ഗൈറു മൗഖിഇൻ ഫിൽ വാഖിഇ, അതൊരു അസ്ഥാനത്തായി പോയി. നിങ്ങൾ എനിക്കെതിരിൽ കൊണ്ടുവന്ന ആ ഇബാറത്ത് ഫതുഹുൽ മുഈനിന്റെയും ഇആനത്തിന്റെയും ഇബാറത്ത് അസ്ഥാനത്തായി പോയി. മനസ്സിലായി? അസ്ഥാനത്തായി. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഈ നജീബ് മൗലവി അദ്ദേഹത്തിന്റെ സക്കാത്ത് പദ്ധതി എന്ന പുസ്തകത്തിൽ കുഞ്ഞാടുകൾ എന്ന പ്രയോഗം നടത്തുകയാണ്.
1990-കൾക്ക് ശേഷമുള്ള സമസ്തയുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അദ്ദേഹം കുഞ്ഞാടുകൾ എന്ന പ്രയോഗം നടത്തി, തോന്നിവാസം നടത്തുന്നവരെന്നുള്ള പ്രയോഗം നടത്തി. അതുപോലുള്ള പല പ്രയോഗങ്ങളും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നടത്തുന്നുണ്ട്. വിവരദോഷികൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 64-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വിവരദോഷികൾ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു സംഗതി, അദ്ദേഹം പറയുന്ന മറ്റൊരു സംഗതി, കുഞ്ഞാടുകൾ എന്നുള്ള ഒരു പ്രയോഗം അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ തോന്നിവാസം പറയുന്നവർ, വിഷയം വഴിതെറ്റിച്ച് തോന്നിയാസം എഴുതാനും പഠിപ്പിക്കാനും പ്രസംഗിക്കാനും ചിലർ തുനിഞ്ഞപ്പോൾ എന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്നു. ഇതിന്റെ റിസൾട്ട് അദ്ദേഹം കുഞ്ഞാടുകൾ എന്നും പറയുന്നുണ്ട്. ഞാൻ ആ പ്രയോഗങ്ങളൊന്നും ഞാൻ ആവർത്തിച്ച് വായിക്കുന്നില്ല. അപ്പൊ ഇതിനെ സംബന്ധിച്ച് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു, കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും വിളിച്ചു കൂവിയാൽ അതിന്റെ സത്യാസത്യം മനസ്സിലാക്കാതെ അതിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ എന്ന പ്രയോഗത്തിന് ഞങ്ങൾ പ്രയോഗിച്ചതാണ്. അതുപോലെ തന്നെ തോന്നിവാസം എന്ന് പറഞ്ഞാൽ സമസ്തക്കാർ തോന്നിയാസം പറയുന്നവരാണ്, തോന്നിയതിനെ തോന്നിയത് പറയുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അതിന് സമാനമായിട്ട് ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഒരു ഫത്വക്കെതിരിൽ ഏതോ ചില പണ്ഡിതന്മാർ ഫത്വ കൊടുത്തപ്പോൾ അവർക്കെതിരിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ടല്ലോ എന്നാണ് ചോദ്യം. എന്നാൽ ആ ചോദ്യം ചോദിക്കുന്ന സംസ്ഥാനക്കാരോട് എനിക്ക് തിരിച്ചു പറയാനുള്ളത്, നിങ്ങൾ ആ ഇബ്നു ഹജർ തങ്ങളുടെ ആ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാതൃകയാക്കിക്കൊണ്ടുമാണ് നിങ്ങൾ ഇത്തരം വിമർശന ശൈലി ഉപയോഗിക്കുന്നതെങ്കിൽ, അങ്ങനെയല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഏതാനും ഉദാഹരണങ്ങൾ വായിക്കാം. ഇനി അങ്ങനെയാണെന്ന് വാദത്തിന് വേണ്ടി സംഭവിച്ചാൽ തന്നെ, എന്നാൽ അതേ ഇബാറത്തിനെ മാതൃകയാക്കിയിട്ട് നജീബ് മൗലവി അങ്ങനെ പ്രയോഗം നടത്തുന്നത് മോശമാണെന്ന് പറയാൻ എനിക്കും അധികാരമല്ലേ? 1990-കളിലുള്ള സമസ്തയുടെ ഉലമാക്കൾ, അന്ന് റയീസുൽ മുഹദ്ദിഖീൻ ജീവിച്ചിരിപ്പുള്ള കാലാണ്, ശംസുൽ ഉലമ ജീവിച്ചിരിപ്പുള്ള കാലാണ്, സൈനുൽ ഉലമ ജീവിച്ചിരിപ്പുള്ള കാലാണ്. അങ്ങനെയുള്ള വലിയ വലിയ തികഞ്ഞ പണ്ഡിതന്മാരൊക്കെ ജീവിച്ചിരിപ്പുള്ള ആ കാലഘട്ടത്തിലുള്ള ഉലമാക്കളെ സംബന്ധിച്ച് കുഞ്ഞാടുകളെന്നും തോന്നിവാസികളെന്നും അതുപോലെ തന്നെയുള്ള അതുപോലുള്ള പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നത് ഇബ്നു ഹജർ തങ്ങൾ ഏതോ ചില പണ്ഡിതന്മാരെ രൂക്ഷമായി വിമർശിച്ച ആ ശൈലിയെ മാതൃകയാക്കിക്കൊണ്ടാണെന്നല്ലേ നിങ്ങളുടെ മറുപടിയിൽ നിങ്ങൾ എഴുതിയത്? എന്നാ അതേ ശൈലിയെ മാതൃകയാക്കിയിട്ട് നജീബ് മൗലവി നിങ്ങളങ്ങനെ പറയുന്നത് മോശമാണ് എന്ന് പറയാൻ എനിക്കും അധികാരമല്ലേ? അല്ല, ഈ ഇബ്നു ഹജർ തങ്ങളുടെ ഈ ഭാഗത്ത് മാതൃകയാക്കാൻ നജീബ് മൗലവിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ഏതെങ്കിലും കിതാബിലുണ്ടോ? ഇബ്നു ഹജർ തങ്ങളുടെ ആ ശൈലിയെ മാതൃകയാക്കാൻ നജീബ് മൗലവിക്ക് മാത്രമേ പറ്റുള്ളൂ, അങ്ങനെ ഏതെങ്കിലും കിതാബിലുണ്ടോ? അങ്ങനെ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല എങ്കിൽ നജീബ് മൗലവി ആ ഉപയോഗിച്ച വാക്കുകളൊക്കെ മോശമായി പോയി എന്ന് പറയാനുള്ള അധികാരം എനിക്കുണ്ട്, എല്ലാ അവകാശം എനിക്കുണ്ട്. അല്ലാതെ നജീബ് മൗലവിക്ക് കുത്തകയായിട്ടുള്ള ഇബാറത്തല്ല ആ ഇബ്നു ഹജർ ഹൈത്തമിയുടെ ഇബാറത്ത് എന്നാണ് നിങ്ങളുടെ ആ പ്രതികരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, നജീബ് മൗലവി അത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ശൈലി, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിക്കല്ല, പക്ഷേ അദ്ദേഹം പല സ്ഥലത്തും ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇബ്നു ഹജർ തങ്ങളുടെ ഇബാറത്തിനെ മാതൃകയാക്കിക്കൊണ്ടാണ് എന്ന് പറയാൻ യാതൊരു ന്യായീകരണവുമില്ല. ഉദാഹരണം, ബുൽബുൽ ദശവാർഷിക പതിപ്പ്, അതിന്റെ 240-ാമത്തെ പേജിൽ സ്പീക്കർ ഖുത്ബ എന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ ബഹുമാനപ്പെട്ട ഒരു സമസ്തയുടെ ആലിമീങ്ങളെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? അക്കാലത്ത് 1960-കളിലുള്ള ആലിമീങ്ങളെ സംബന്ധിച്ചാ പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം. 1960-കളിലുള്ള ആലിമീങ്ങളെ സംബന്ധിച്ച് 1960-കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 5 അംഗ ഫത്വ കമ്മിറ്റി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുണ്ട്, കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുണ്ട്, ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുണ്ട്, അതുപോലെ തന്നെ സദഖത്തുള്ള മുസ്ലിയാരുണ്ട്, കണ്ണിയത്ത് ഉസ്താദുണ്ട്. ഈ 5 പേരടങ്ങുന്ന ഫത്വ കമ്മിറ്റി. ആ ഫത്വ കമ്മിറ്റിയിൽ സദഖത്തുള്ള മുസ്ലിയാർ മാത്രമാണ് ഖതീബിന് മുമ്പാകെ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഖുതുബ അത് ജായിസ് അല്ല, സഹീഹല്ല എന്നുള്ള അഭിപ്രായം. ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായം അതാണ്. പണ്ഡിതന്മാരുടെ അഭിപ്രായ ഭിന്നതയായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അല്ലാതെ അദ്ദേഹം ആ വിഷയത്തിൽ
പിന്നെ അദ്ദേഹം ആ വിഷയത്തിൽ ആ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല എന്നോ, അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്ക് പിന്നെ അത് വളരെ മോശമായിപ്പോയി എന്നോ, അല്ലെങ്കിൽ അത് തോന്നിവാസമാണെന്നോ, അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും നമ്മൾ നടത്തുന്നില്ല. അപ്പോ എന്നാൽ ബഹുമാന്യനായ നജീബ് മൗലവി എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിനെ അനുകരിച്ചുകൊണ്ട് തന്റെ ശിഷ്യൻ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും മാത്രമേ ഈ വിവാദ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഉലമാക്കളിൽ ഉച്ചഭാഷണം ഉപയോഗിക്കുന്നതിന് അനുകൂലിക്കുന്നവരായുള്ളൂ. മുശാവറയിലെ ബാക്കിയുള്ളവരെല്ലാം ഇവർ രണ്ടുപേരെ അപേക്ഷിച്ച് ഒരു ദീനീ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിവും ആർജവവും ഉള്ളവരല്ല. നോക്കണം, 1960കളിലെ ഫത്വ കമ്മിറ്റി മെമ്പർമാരായ ഐനിക്കാട് ഇബ്രാഹിം ഉസ്താദ്, കോട്ടുമൽ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഇ.കെ. ഉസ്താദ്, സദക്കത്തുള്ള ഉസ്താദ്. അതിൽ സദക്കത്തുള്ള ഉസ്താദിന് മാത്രമാണ് സ്പീക്കർ വിഷയത്തിൽ ഫത്വ കമ്മിറ്റിയിലെ 5 അംഗ സമിതിയിലെ ബഹുമാനപ്പെട്ടവർക്ക് മാത്രമാണ് അത് ജായിസ് അല്ല, സഹീഹല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അത് ജായിസും സഹീഹുമാണെന്നുള്ള അഭിപ്രായമാണ്. അപ്പൊ അവരടക്കമുള്ള മുശാവറയുടെ അംഗങ്ങളെ സംബന്ധിച്ച് കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും അല്ലാത്ത ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് എന്താ അദ്ദേഹം എഴുതിയത്? അവരെ അപേക്ഷിച്ച് എന്നൊരു വാക്ക് അദ്ദേഹം അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അവരെ അപേക്ഷിച്ച് ഒരു ദീനീ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ, ലൗഡ് സ്പീക്കറിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു ദീനീ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാനും, ഒരു അഭിപ്രായം പറയാനേ നോക്കണം നിങ്ങൾ, ഒരു ദീനീ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിവും ആർജവും ഉള്ളവരല്ല. അപ്പൊ അത്തര മോശക്കാര്, അത്തരം കിതാബ് ഒരു കഴിവില്ലാത്ത, ഒരു ആർജവും ഇല്ലാത്ത, ഒരു ദീനീ വിഷയത്തിന്റെ അഭിപ്രായം പറയാൻ പോലും കഴിവില്ലാത്ത ആൾക്കാരായിരുന്നു 1960കളിലെ മുശാവറയിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് വിമർശനം? ഇത് ഇബ്നു ഹജർ ഹൈത്തമിയുടെ ഇബാറത്തിനെ ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫത്താവൽ കുബറയിൽ ഏതോ കൂട്ടം ആളുകളെ രൂക്ഷമായി വിമർശിച്ച ആ ഇബാറത്തിനെ മാതൃകയാക്കിയിട്ടാണ് നജീബ് മൗലവി പറഞ്ഞത് എന്ന് അടുത്ത മറുപടി നിങ്ങൾക്ക് പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ അടുത്ത മറുപടിയിൽ പറയാൻ തയ്യാറുണ്ടോ? ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ ഒന്നുകൂടി വായിക്കാം. ഈ ബുൽബ് ദശവാർഷിക പതിപ്പിന്റെ അവസാന പേജ് 256-ാമത്തെ പേജിൽ കർത്താവില്ലാത്ത ത്വലാഖ് എന്ന അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നതാണ്, ഒരാൾ തന്റെ ഭാര്യയെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? നിന്റെ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞില്ല. വിഷയം ഞാൻ ആദ്യം പറയാം. നിന്റെ ത്വലാഖ് ചൊല്ലി. ആര് ചൊല്ലി? ഞാൻ ചൊല്ലി അല്ലെങ്കിൽ അവൻ ചൊല്ലി എന്നൊന്നും അവിടെ ആ വാചകം പൂർണ്ണമല്ല. ആ കലാമ് താമല്ല. ആ കലാമ് പൂർണ്ണമല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇൻഷാ ത്വലാഖിന് പറ്റുന്നതല്ല, അത് ഇഖ്റാറു ത്വലാഖിനും പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ വാചകം കൊണ്ട് ത്വലാഖ് സംഭവിക്കുന്നതല്ല. ഇത് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് കൊടുത്ത ഫത്വയാണ്. അത്തരം കർത്താവില്ലാത്ത ക്രിയാപദങ്ങളെ കൊണ്ട് നടത്തപ്പെടുന്ന ത്വലാഖിന്റെ വാചകം കൊണ്ട് ത്വലാഖ് സംഭവിക്കുന്നതല്ല. അതിനെപ്പറ്റി ലൗവ് എന്നാ പറയാം. അത് സരീഹുമല്ല, കിനായത്തുമല്ല, ത്വലാഖിന്റെ സ്പഷ്ടവാചകവുമല്ല, വ്യംഗ്യവാചകവും അല്ല. സ്പഷ്ടവാചകമാണെങ്കിൽ നിയ്യത്തില്ലെങ്കിലും സംഭവിക്കും ത്വലാഖ്. വ്യംഗ്യമായ വാചകമാണെങ്കിൽ ത്വലാഖിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ത്വലാഖ് സംഭവിക്കുകയുള്ളൂ. എന്നാൽ ഈ രണ്ടു ഗണത്തിലും അത് ഉൾപ്പെടുന്നില്ല. മറിച്ചത് ലൗവാണ്, നിരർത്ഥകമാണ്, ഫലശൂന്യമാണ്, ത്വലാഖിന്റെ വിഷയത്തിൽ പാഴായ വാക്കാണ്. അത് ശംസുൽ കൊടുത്ത ഫത്വയാണ്. അതുപോലെ തന്നെ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് കൊടുത്ത ഫത്വയുമാണ്. എന്നാൽ നജീബ് മൗലവി പറഞ്ഞത് കിനായത്താണ്. കാരണം നിന്റെ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ ത്വലാഖിന് അധികാരപ്പെട്ട ഞാൻ ചൊല്ലി എന്നും അർത്ഥമാക്കാം, അധികാരമില്ലാത്ത മറ്റൊരാൾ ചൊല്ലി എന്ന് രണ്ടർത്ഥത്തിന് അത് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കിനായത്താണ്. അത് ഞാൻ ചൊല്ലി എന്നാണ് ഉദ്ദേശമെങ്കിൽ ത്വലാഖ് സംഭവിക്കുന്നതാണ്. വേറൊരാൾ ചൊല്ലി എന്ന ഉദ്ദേശമാണെങ്കിൽ ത്വലാഖ് സംഭവിക്കുന്നതല്ല എന്നാണ് അദ്ദേഹം ഇതിന് വിശദീകരിക്കുന്നത്. അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ബുൽബുൽ ദശവാർഷിക പതിപ്പിന്റെ 256-ാമത്തെ പേജിൽ ത്വലാഖ് ചൊല്ലുക എന്ന കർമ്മത്തിന് ഒരു കർത്താവുണ്ടാകും. ഇത് സാങ്കേതിക ക്രിയാരൂപത്തിലായാലും ഇല്ലെങ്കിലും ചൊല്ലിയ ഒരാൾ വേണമല്ലോ. ഉച്ചാരണത്തിൽ ഇത് കളയപ്പെട്ടാലും സങ്കല്പത്തിൽ ഒരു കർത്താവ് വേണം. അപ്പൊ ഫായില് വേണമെന്ന് അയാൾ അംഗീകരിക്കുന്നുണ്ട്.
പക്ഷെ അത് സങ്കല്പത്തിൽ വേണം എന്നാ പറയുന്നത്. തഖ്ദീറിൽ പോരാ. നജീബ് മൗലവി ത്വലാഖിന്റെ പൂർണ്ണവാചകമാവാൻ ആവശ്യമായ ഘടകങ്ങളെ നിയ്യത്ത് വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് ത്വലാഖിന്റെ പൊതു നിയമമാണ്. നിങ്ങൾ സങ്കല്പത്തിൽ വേണമെന്ന് പറഞ്ഞാൽ ആ നിയമാവില്ല. ഷാഫി മതത്തിന് വിരുദ്ധാണ് നിങ്ങളാ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം എഴുതാണ്, ക്രിയക്കു കർത്താവ് വേണമെന്ന നിയമം അറബ് ഭാഷയിലുള്ള ക്രിയക്കു മാത്രമല്ല ഏതു ഭാഷയിലെ ക്രിയകൾക്കുമുള്ളതാണ്. സാങ്കേതിക ക്രിയക്കു മാത്രമല്ല ക്രിയാർത്ഥമുള്ള ഏതു വാക്കിനും ബാധകമാണ്. ശരിയാണാ പറഞ്ഞത്. അറബിക്കും ബാധകമാണ്, അതുപോലെ തന്നെ മലയാളത്തിനും ബാധകമാണ്. എന്നിട്ട് അദ്ദേഹം എഴുതാണ്, എന്താ എഴുതുന്നത്? ഇത് ഭാഷാ നിയമങ്ങൾ അറിയുന്നയാൾക്ക് മാത്രമല്ല ഏതു സാധാരണക്കാരനും അറിയുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ ഭാര്യ ഇന്നവളെ ത്വലാഖ് ചൊല്ലി എന്ന് ഉച്ചരിച്ചാലും ത്വല്ലക സൗജത്തി എന്ന അറബിയിൽ ഉച്ചരിച്ചാലും എന്റെ ഭാര്യയുടെ ത്വലാഖ് എന്ന സാങ്കേതിക ക്രിയാരൂപത്തിൽ അല്ലാതെ ഉച്ചരിച്ചാലും എല്ലാം ഇതുകൊണ്ട് ത്വലാഖ് സംഭവിപ്പിക്കുവാൻ കരുതിയാൽ ത്വലാഖ് സംഭവിക്കും. ഇങ്ങനെയാണ് 8:16 ഒരു ഇബാർത്ത് ഉദ്ധരിച്ചുകൊണ്ട് മക്കയിലെ മുഫ്തിയും രണ്ടാം ഇബ്നു ഹജറുമായ ഇമാം അഹ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു തആല അൻഹു കർത്താവില്ലാത്ത ത്വലാഖിന്റെ പദത്തിന്റെ കാര്യത്തിൽ ഫത്വ നൽകിയത്. നജീബ് മൗലവി, നിങ്ങൾക്ക് അവിടെ മനസ്സിലായിട്ടില്ല. മലയാളത്തിലുള്ള ക്രിയാപദവും അറബിയിലുള്ള ക്രിയാപദവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബഹുമാനപ്പെട്ട സൈനി ദഹ്ലാൻ റളിയല്ലാഹു തആല അൻഹു ത്വല്ലക സൗജത്തി എന്ന പദത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ത്വല്ലക എന്നുള്ളത് അറബി വാക്കാണ്. ത്വല്ലക എന്ന് പറഞ്ഞാൽ മീസാൻ ഓതിയാൾക്ക് അറിയാം. ത്വല്ലക്കക്ക് രണ്ടർത്ഥമുണ്ട്. ത്വലാഖ് ചൊല്ലി എന്ന് അർത്ഥമുണ്ട്, അവൻ ത്വലാഖ് ചൊല്ലി എന്ന് അർത്ഥമുണ്ട്. ത്വല്ലക എന്നുള്ളത് മുസ്തറക്കായ ലഫ്ലാണ്. ത്വല്ലക സൗജത്തി അത് ഇസ്നാദ് ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, മുസ്നദിഹിയായിട്ട് ജുംലനെ പൂർണ്ണമാക്കിയിട്ടില്ലെങ്കിൽ ത്വല്ലക എന്ന് പറഞ്ഞാൽ ത്വലാഖ് ചൊല്ലി എന്നേ അർത്ഥമുള്ളൂ. അതേ സമയത്ത് അതില് ലമീർ ദറോ ഹുവ സിയത്ത് വഹദ മുദക്കർ വായിബ് അത് ഇസ്ബാത്ത് ഫീൽ മാദി മഅറൂഫ് ലമീർ ദറോ ഹുവ അതിൽ മുസ്തത്തിറായ ലമീർ അതിൽ മുഖദ്ദറായി വരികയാണെങ്കിൽ അത് മുഖദ്ദറുക്കൽ മദ്കൂരി എന്നാണ്. അപ്പൊ അവൻ ത്വലാഖ് ചൊല്ലി, അവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ത്വലാഖ് ചൊല്ലി. അങ്ങനെ അവൻ എന്നതുകൊണ്ട് ഞാൻ എന്ന് ഉദ്ദേശിക്കാൻ പറ്റുമെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഇബാറത്ത് ഇവിടെ വായിക്കുന്നില്ല. അപ്പൊ അറബി വാക്കിലുള്ള ത്വല്ലക്കയും മലയാള വാക്കിലുള്ള ത്വലാഖ് ചൊല്ലി തമ്മിൽ വ്യത്യാസമുണ്ട്. മലയാള വാക്കിൽ ത്വലാഖ് ചൊല്ലി എന്നുള്ളതിൽ ഒരു ബമീർ സർവനാമത്തെ സങ്കല്പിക്കുന്ന പരിപാടിയില്ല. കാരണം ഒരു സർവനാമത്തെ ഒരു ക്രിയാപദത്തിന്റെ ഉള്ളിൽ സങ്കല്പിക്കപ്പെടാൻ ആവശ്യമായ ലഫ്ദിയായ ദലാലത്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉറുദുവിലോ ഇല്ല. അത് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. തല്ലഖ എന്ന് പറഞ്ഞ ആ ഹൈഅത്ത് കൊണ്ട് തന്നെ അറിയാം, ഒന്നുകിൽ അതിൽ ലമീർ അതിന്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ലമീർ അതിന്റെ ഉള്ളിലില്ല. ഈ രണ്ട് രൂപത്തിലും വരാം. മുസ്തത്തിറായ ലമീർ സർവനാമം അതിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടും വരാം, ഇല്ലാതെയും വരാം. ഇത് രണ്ടിനും പറ്റാവുന്ന ലഫ്ദ് തല്ലഖ സൗജത്തിനെ പറ്റിയാണ് സൈനി ദഹ്ലാൻ ഫത്വ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ നിന്റെ ത്വലാഖ് ചൊല്ലി എന്ന മലയാളത്തിനെ പറ്റിയല്ല. മലയാളവും അറബിയും ഒരുപോലെയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി നജീബ് മൗലവി. എന്നിട്ട് ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അത് കിനായിയായ വ്യംഗ്യമായ പദമാണെന്നും അവിടെ ഞാൻ ചൊല്ലി എന്ന അർത്ഥം ഉദ്ദേശിക്കുകയാണെങ്കിൽ ത്വലാഖ് സംഭവിക്കുന്നതുമാണെന്ന് അദ്ദേഹം ഇവിടെ എഴുതി. അത് അദ്ദേഹത്തെ വീക്ഷണമായിട്ട് ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ വീക്ഷണം അങ്ങനെയായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയ. പക്ഷേ അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം എഴുതിയത് എന്താണ്? ത്വലാഖ് കേസിലെ പ്രതി അയാൾക്ക് വീണ്ടും വിചാരം വന്ന് മുഫ്തിയെ സമീപിക്കുമ്പോൾ എങ്ങനെയും അവരെ രക്ഷപ്പെടുത്തുകയെന്ന ഒരു നയം 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ചില ആധുനിക മുഫ്തിമാർക്കുണ്ടായി. ത്വലാഖ് പിരിച്ചു എന്ന് പറഞ്ഞാൽ ത്വലാഖ് സംഭവിക്കുകയില്ലെന്ന ഫത്വയും കർത്താവിനെ പറയാതിരുന്നാൽ ഒരു നിലക്കും ത്വലാഖ് സംഭവിക്കുകയില്ലെന്ന ഫത്വയും ഈ നയത്തിന്റെ ഭാഗമായി ഉണ്ടായിത്തീർന്നതാണ്. ആധുനിക സമസ്തക്കാർ സംഘടിതമായി ഈ രണ്ട് ഫത്വകളും അവലംബിച്ചു വരുന്നു. അതിനാൽ ഇന്നത്തെ അഭിശപ്തമായ സംഘടനാ പക്ഷപാതിത്വം നിലനിൽക്കുന്ന കാലത്തോളം ഇത്തരം ത്വലാഖുകളിൽ ഇനിയും വിവാദങ്ങൾ ഉയരാൻ തന്നെയാണ് സാധ്യത. അപ്പൊ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, അതാണ് ആധുനിക മുഫ്തി എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. ബഹുമാനായ ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ടവര് ഒരാൾ തന്റെ ഭാര്യ ത്വലാഖ് ചൊല്ലി വിവാഹബന്ധം ഏർപ്പെടുത്തി, പിന്നെ വീണ്ടും വിചാരം വന്നപ്പോ ഫത്വ കിട്ടാൻ വേണ്ടി വന്നപ്പോ അയാൾക്ക് അനുകൂലമായിട്ട് വിധിക്കുന്ന ഒരു ദുനിയാവിന്റെ മുഫ്തി മാത്രമാണ്. എത്ര ഗൗരവപ്പെട്ട വാക്കാണ് ഇത്. ഇബ്നു ഹജർ തങ്ങൾ ഈ പാർട്ടിന്റെ അടിസ്ഥാനത്തിലും വെളിച്ചത്തിലാണോ നിങ്ങൾ പറയുന്നത്?
വ്യഭിചാരത്തിന് ഫത്വ കൊടുക്കുന്നയാൾ എന്ന വിധത്തിൽ സംഭവിച്ച ത്വലാഖിനെ സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു മുഫ്തിയായിട്ട് നിങ്ങൾ ചെറുശ്ശേരി ഉസ്താദിനെ അവതരിപ്പിച്ചില്ലേ? അതിന്റെ ഇബാറത്ത് ഏതാണ്? ഏത് ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ഇബാറത്താണ് നിങ്ങൾക്ക് അതിന് തെളിവുള്ളത്? എന്നിട്ട് പറയാം, ഇബ്നു ഹജറുൽ ഹൈതമിന്റെ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിവരദോഷികളെന്നും തോന്നിവാസികളെന്നും കുഞ്ഞാടുകൾ എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നല്ല ന്യായീകരണ. തീർന്നില്ല. ഇനി മറ്റൊരു ത്വലാഖിനെ പറ്റി എന്താണ് ഇവർ എഴുതിയിട്ടുള്ളത്? വേറൊരു ത്വലാഖിനെ സംബന്ധിച്ചും അതേപോലെ എഴുതിയിട്ടുണ്ട്. അതായത് ത്വലാഖ് പിരിച്ചു എന്ന ലഫ്ള്. നിന്റെ ത്വലാഖ് ഞാൻ പിരിച്ചു എന്ന് പറഞ്ഞാൽ അത് ത്വലാഖിന്റെ സ്പഷ്ടവാചകമാണോ വ്യംഗ്യവാചകമാണോ? അതൊരു ചർച്ചയാണ്. ഇന്നും കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ച ഉണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ദശവാർഷിക പതിപ്പിന്റെ 255-ാമത്തെ പേജിൽ ആധുനിക സമസ്തയിലെ ഇ കെ വിഭാഗം ത്വലാഖ് പിരിച്ചു എന്നത് ത്വല്ലക്കയുടെ തർജ്ജമയായി ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. ഖതലത്വലാഖ എന്നതിന്റെ തർജ്ജമയാണെന്നാണ് അവരുടെ കണ്ടുപിടുത്തം. ഇങ്ങനെ എന്തെല്ലാം വിദണ്ഡവാദങ്ങളും ഫത്വാകളും എന്നാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ചുരുക്കത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നെ ആ ഇബ്നു ഹജർ ഹൈതമി തന്റെ ഫതാവൽ കുബറയിൽ ഏതോ ചില പണ്ഡിതന്മാരെ രൂക്ഷമായി വിമർശിച്ച ഭാഷയിൽ അതിനെ മാതൃകയാക്കിക്കൊണ്ടാണ് വിവരദോഷികളെന്നും തോന്നിവാസം പറഞ്ഞവരെന്നും അതുപോലെ കുഞ്ഞാടുകൾ എന്നും നജീബ് മൗലവി പ്രയോഗിച്ചത് എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടേണ്ട. അങ്ങനെയാണെങ്കിൽ 1960-കളിലെ സമസ്ത മുഷാവറയിലുള്ള പണ്ഡിതന്മാര് ദീനീ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിവും അറിവുമില്ലാത്തവരാണെന്ന് നജീബ് മൗലവി പറഞ്ഞത് എന്താ അടിസ്ഥാനത്തിലാ? അന്ന് അദ്ദേഹം ഒരു പക്ഷേ ജനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുട്ടിക്കാരായിരിക്കും. അതുപോലെ തന്നെ കൃത്യമായി ക്രിയാപദം കൊണ്ട് ചൊല്ലപ്പെട്ട ത്വലാഖിന്റെ വാചകം, അതിന്റെ കർത്താവിന്റെ മേൽ അറിയിക്കുന്ന സാഹചര്യ തെളിവുകൾ, ഖരീനത്തിൽ അഫ്ലിയത്ത് ഇല്ലാത്ത സാഹചര്യത്തിൽ അതുകൊണ്ട് ത്വലാഖ് സംഭവിക്കുന്നതല്ല, അത് സരീഹുമല്ല കിനായത്തുമല്ല എന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉന്നത ശീർഷരായ പണ്ഡിതന്മാരുടെ ഫത്വയെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? അത് ത്വലാഖിന് വേണ്ടി വരുന്ന വീണ്ടും വിചാരത്തിന് വരുന്ന ആളുകൾക്ക് മാറ്റിക്കൊടുക്കാൻ വേണ്ടി മറിച്ച് ഫത്വ കൊടുക്കുകയാണ്. സംഭവിച്ച ത്വലാഖിനെ സംഭവിച്ചിട്ടില്ലാന്ന് വരുത്താൻ വേണ്ടി ഫത്വ കൊടുത്തതാണ്. ഈ നയമാണ് സമസ്തയുടേത്. അതായത് ഒരാൾ ത്വലാഖ് ചൊല്ലി തന്റെ ഭാര്യയെ, സംഭവിച്ച ത്വലാഖാണ്, പിന്നെ ഭർത്താവിന് വീണ്ടും വിചാരം വന്നു, എങ്ങനെങ്കിലും ഒന്നും ഇത് സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തണം. അങ്ങനെ ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ സമസ്തന്റെ ഉലമാക്കളെടുത്ത് പോയാൽ മതി, ഒരു അനുകൂലമായിട്ട് ഫത്വ കൊടുത്തോളും. ഇതാണ് സമസ്തയുടെ നയം എന്നല്ലേ പറഞ്ഞത്? അപ്പോ അതൊന്നും ഇവിടെ പറയേണ്ട. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്നത്തെ വിഷയം കറൻസിയിലെ കടമിടപാട്, സംസ്ഥാനക്കാർക്ക് മറുപടി എന്ന കടമിടപാടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ കടമിടപാടുമായി ബന്ധപ്പെട്ട് അവർ കൊണ്ടുവന്ന മംഫഅത്തിന്റെ ഇബാറത്ത് അത് ഒരിക്കലും എനിക്ക് ഖണ്ഡനമല്ല. അതുപോലെ തന്നെ സലമിന് പറ്റുന്ന വസ്തുക്കളിൽ നിന്ന്, സലമിന് പറ്റാത്ത വസ്തുക്കളിൽ നിന്ന് റൊട്ടി, അതുപോലെ തന്നെ മാവ്, തൈര് തുടങ്ങിയവയെ ഒഴിവാക്കി അത് കടം കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെയാണ് കറൻസി എന്ന് വരുത്താൻ വേണ്ടിയാണോ അല്ലയോ എന്നവർ വിശദീകരിച്ചിട്ടില്ല. അതൊരിക്കലും തന്നെ എനിക്ക് ഖണ്ഡനമല്ല. അതുപോലെ തന്നെ മംഫഅത്ത് അത് വിൽക്കപ്പെടാൻ പറ്റാനും വാങ്ങപ്പെടാൻ പറ്റുന്ന വസ്തുവാണ്, സ്വന്തത്തിൽ വിലയുള്ള സംഗതിയാണ്. അതേമാതിരിയാണോ കറൻസി എന്ന് പറയുന്നത്? സ്വന്തത്തിൽ വിലയുണ്ടോ ഇല്ലേ തീരുമാനമാവണം. ഒരു വിലയുമില്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ധനം എന്ന് പറയപ്പെടൂല, ധനമായിട്ട് എണ്ണപ്പെടൂല. അത് കൊടുക്കാനും വാങ്ങാനും പറ്റൂല. കൊടുക്കാനും വാങ്ങാനും പറ്റാത്ത വസ്തുവിനെ പറ്റി ധനത്തിന്റെ സക്കാത്ത് പിന്നെ അവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ആ ചോദ്യം, ഇത് സ്വന്തത്തിൽ വിലയുണ്ടോ ഇല്ലേ എന്നൊരു ഉറച്ച തീരുമാനം പറയും. അത് പണ്ഡിതന്മാർ അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. അതിന് ഷാഫി മദ്ഹബിന്റെ മുഅ്തമദ് എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ? എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? ഷാഫി മദ്ഹബിന്റെ ഒരു മുഅ്തമദ് ഉണ്ടാവൂലേ? അതെന്താ നിങ്ങൾ പുറത്തു പറയാത്തത്? അപ്പൊ അത് നിങ്ങൾ വിളംബരപ്പെടുത്തണം, വ്യക്തമായി നിങ്ങൾ അത് വിളംബരപ്പെടുത്തണം. അതിന് സാധിക്കൂലെങ്കിൽ സാധിക്കൂല എന്ന് പറഞ്ഞാൽ മതി, ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന് തീരുമാനമാകുമ്പോൾ നമുക്ക് കറൻസിയുടെ വിഷയത്തിലേക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് വിശദീകരിച്ചതാണ്. കറൻസിയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ച, ആ ചർച്ചയുടെ മുന്നോടിയായിട്ട്, അതിനെ പ്രാഥമികമായിട്ട് ഇതിൽ നിങ്ങൾക്കൊരു തീരുമാനം പറയാൻ പറ്റുമെങ്കിൽ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ബഹുമാന്യരായ
ഉന്നത ശീർഷരായ പണ്ഡിതന്മാരോ അതല്ലെങ്കിൽ അവരുടെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തകരായ സഹോദരന്മാരോ അതിലിടപെട്ടിട്ട് മറുപടി തന്നാൽ മതി. ഉസ്താദുമാരുടെ മറുപടി പറഞ്ഞോളൊന്നും ഞാൻ പറയുന്നില്ല. ഉസ്താദുമാരോട് മറുപടി പറയണം എന്ന് പറയാൻ മാത്രം പ്രായമോ അറിവോ പക്വതയോ നമുക്കില്ലല്ലോ. എങ്കിലും എന്റെ സുഹൃത്തുക്കളായ പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത് മറുപടിയുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് നീണ്ടു. നിങ്ങൾ ക്ഷണം ശ്രമിക്കാൻ മഹത്തായ അളവറ്റ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാനൊന്ന് DC ആയി പോയി പെട്ടെന്ന് കേൾക്കുന്നുണ്ടല്ലേ? വളരെ പെട്ടെന്ന് ഇപ്പോ നമ്മൾ സംസാരിച്ച കറൻസിയിലെ കടമിടപാടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ സംസ്ഥാനക്കാരുടെ വൈരുദ്ധ്യങ്ങളെ സൂചിപ്പിച്ച കഴിഞ്ഞ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട അവരുടെ ഖണ്ഡനത്തെക്കുറിച്ച് നടന്ന വിശദീകരണത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അവ്യക്തതയോ സംശയമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഇതൊരു പുതിയ വിഷയമാണ്, മസലയാണ്. ഇങ്ങനെയുള്ളൊരു ഓൺലൈനിൽ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ പരസ്പരം കാണാത്തൊരു സാഹചര്യത്തിൽ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആളുകൾക്കുമുള്ള ആ ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അവ്യക്തതകൾ അത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു സമയമാണ്. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടി ക്ലോസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കാനില്ലെങ്കിൽ ഞാൻ മറ്റൊരു വിഷയം കൂടി ഇവിടെ പറഞ്ഞിട്ട് സമാപിപ്പിക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞിരുന്നു എന്ന് വെച്ചാല്, ഈ സക്കാത്ത് നഖ്ദൈനിൽ അഥവാ സ്വർണ്ണവെള്ളിയിൽ സക്കാത്ത് ഉണ്ടാവാനുള്ള നിമിത്തം, അതിന്റെ ഇല്ലത്ത്, അത് വ്യത്യസ്തങ്ങളായ ഇബാറത്തുകളിലൂടെ ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ ഇബാറത്തിലൂടെ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ചില ഇബാറത്തുകൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു. അന്നഖദിയ്യത്തു കൗനുഹു നഖദൻ, അസ്സമനിയ്യത്തു കൗനുഹുമാ മുഅദ്ദൽ ലിന്നമായി, കൗനുഹു മുഅദ്ദൽ ലിസ്സർഫി, അൽ-ഇസ്തിഗ്നാഉ അനിൽ ഇന്തിഫാഇ ബിഹിമാ. അങ്ങനെയുള്ള ചില ഇബാറത്തുകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഈ സ്വർണ്ണവെള്ളിയുടെ സക്കാത്ത് നിർബന്ധമാവാനുള്ള നിമിത്തങ്ങളായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ആ നിമിത്തങ്ങൾ, അത് അനുവദനീയമായ ആഭരണങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കളാണെങ്കിൽ ആ നിമിത്തം അതിലില്ലാതെ അത് നഖദ്, സക്കാത്തിന്റെ ബാബിൽ ഉദ്ദേശിക്കപ്പെട്ട നഖദ് അല്ലാതെയാകുന്നു എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് സംസ്ഥാനക്കാർ ചോദിച്ചു, അതിനൊരു ഇബാറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നവർ ചോദിച്ചിരുന്നു. ഒരുപാട് ഇബാറത്തുകളുണ്ട്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആലാന്റെ ഫതാവയെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഖാസിം രേഖപ്പെടുത്തി. എന്താ രേഖപ്പെടുത്തിയത്? ഒരാള് സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ പാത്രം വാങ്ങിയാൽ ലവിസ്തറ ആനിയത ദഹബിൻ ഔ ഫിദ്ദത്തിൻ ജാസ, സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ പാത്രം വാങ്ങിയാൽ അത് ജാസ എന്ന് പറയുന്നത്, ജായിസാകുന്നതാണ്. ഈ ജായിസാകുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുവദനീയമാകുന്നതാണ് എന്നല്ല, മറിച്ച് ആ വിൽപ്പന സഹീഹാകുമെന്ന അർത്ഥത്തിനാണ്, അഥവാ സ്വഹ എന്ന അർത്ഥത്തിനാണ്, മുബാഹിൻ എന്ന അർത്ഥത്തിനല്ല എന്നിങ്ങനെ സുയൂത്തി ഇമാം വിശദീകരിച്ച് അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് പറയാം. വഖദ് യുഖ്സദു ശിറാഉ, ചിലപ്പോൾ സ്വർണവെള്ളി ആ പാത്രങ്ങളെ വാങ്ങുന്നതിൽ ഉദ്ദേശിക്കപ്പെടും ലിസൗഹിഹി ഹുലിയൻ മുബാഹൻ ഔ നഖ്ദൻ, അതിനെ അനുവദനീയമായ ആഭരണമായി വാർത്തുണ്ടാക്കാൻ വേണ്ടി,
അല്ലെങ്കിൽ അതിനെ നഖ്ദാക്കുവാൻ വേണ്ടി. അപ്പൊ അനുവദനീയമായ ആഭരണം ഒന്ന് വേറെ, നഖ്ദൊന്ന് വേറെ. സക്കാത്തിന്റെ ബാബിൽ നഖ്ദ് എന്ന് പറഞ്ഞ ആ പരിധിയിൽ അല്ല അനുവദനീയമായ ആഭരണം വരുന്നത്. ഇബ്നു ഖാസിം തുഹ്ഫയുടെ വ്യാഖ്യാനത്തിൽ പറയുകയാണ്. അപ്പൊ പിന്നെ അവിടെ ചോദ്യം ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹറാമും കറാഹത്തുമായ ആഭരണങ്ങളോന്നാണ്. ഹറാമും കറാഹത്തുമായ ആഭരണങ്ങൾ, ഇപ്പൊ പുരുഷന് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആഭരണം അത് ഹറാമാണല്ലോ. അല്ലെങ്കിൽ സ്ത്രീക്കു തന്നെ ആഭരണം അതിന്റെ പരിധി വിട്ടുകടന്ന ആഭരണം അത് ചെറിയ തോതിലാണെങ്കിൽ കറാഹത്താണല്ലോ. എന്നാൽ അത്തരം ആഭരണം എന്താണ്, നഖ്ദാണോ അല്ലേ എന്ന് ചോദിക്കുന്നത്. അത് നഖ്ദ് തന്നെയാണ്. കാരണം അവിടെ ഇന്തിഫാൾ അതിനെ ഉപഭോക്തൃ വസ്തു ആക്കുന്നുണ്ടെങ്കിലും അത് ഹറാമും കറാഹത്തും ആയതുകൊണ്ട് ആ ഇന്തിഫാൾ ഫുഖഹാഇന്റെ ഭാഷയിൽ അത് പരിഗണനീയമല്ല എന്നാണ്. മനസ്സിലായോ? കാരണം അദമുൽ ഇന്തിഫാൾ എന്ന് പറഞ്ഞത് ഒരു സ്വർണ്ണ വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാവുക എന്നുള്ളത് അതിനെ സ്വന്തം ഉപകരിക്കാതെ അത് വിനിമയ മാധ്യമമാക്കുക, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാവും, ധനത്തിന്റെ വികാസത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടത്, ഒരുക്കപ്പെട്ടത് എന്നുള്ളതാണ് അതിന്റെ ഇല്ലത്ത്. അപ്പൊ അത് സ്വയം ഉപയോഗിക്കാത്തതാവുക. സ്വയം ഉപയോഗിക്കാത്തതാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജമൽ, സുലൈമാനുൽ ജമൽ വിശദീകരിക്കുകയാണ് റളിയല്ലാഹു അൻഹു, ഐ അദ്മുൽ ഇന്തിഫാഇൽ മുബാഹീന, അനുവദനീയമായ ഉപകാരപ്പെടുത്തൽ ഇല്ലാതിരിക്കുക. അതെങ്ങനെ? അല്ല, അതിന് രണ്ട് സൂറത്താണുള്ളത്. അല്ലം യൂദത്തിൽ ഇന്തിഫാഉ ബിഹിമ, രണ്ടുകൊണ്ടും തീരെ ഉപകാരപ്പെടുത്തലില്ലാതിരിക്കുക. ഔ ഉജിദ ഇന്തിഫാഉൻ ഗൈറു മുബാഹിൻ, അല്ലെങ്കിൽ ഉപകാരമെടുക്കുന്നുണ്ട് പക്ഷെ അത് മുബാഹല്ലാത്ത ഉപകാരമെടുക്കലായി. അതെങ്ങനെ? ബിഅൻകാന മുഹറമൻ ഔ മക്റൂഹൻ, അത് നിഷിദ്ധമോ മക്റൂഹോ ആയത് കാരണത്താൽ, അല്ലെങ്കിൽ മുഹറമോ മക്റൂഹോ ആയതാവൽ കൊണ്ട്. അപ്പൊ കറാഹത്തോ ഹറാമോ ആയതായ ആഭരണങ്ങൾ അതിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ ഉപയോഗമല്ല. അപ്പൊ അത് ഉപയോഗിക്കാത്തത് പോലെയാണ്. അപ്പൊ അത് ധനത്തിന്റെ വികസനത്തിന് വേണ്ടി, വിനിമയ മൂല്യനിർണയത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർണ്ണ വെള്ളിയ തന്നെയാണ്. അപ്പൊ അത് നഖ്ദിയത്ത് അതിലുണ്ട്. അത് നഖ്ദിയത്ത് നഷ്ടപ്പെടുന്നില്ല. ഹറാമും കറാഹത്തുമായ ആഭരണങ്ങൾ. ഇസ്ലാമുണ്ടോ പറയുന്നത്? അതേപോലെ തന്നെ മുബാഹായ അനുവദനീയമായ ആഭരണത്തിന് സകാത്തില്ല എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ഫിഖ്ഹിന്റെ കിതാബിൽ കാണാൻ അന്നഹു മുഅദ്ദുൽ ലിസ്തിഅമാലിൽ മുബാഹിൻ, അത് ഉപയോഗത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് എന്നാണ്. അതേസമയത്ത് അനുവദനീയമല്ലാത്ത ആഭരണങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ സാധാരണ സ്വർണ്ണ വെള്ളിയാണെങ്കിലോ അത് മുഅദ്ദുൽ ലിന്നമാ ആണ്, അല്ലെങ്കിൽ ലിൽ ഇസ്തിഗ്നാഇ അനിൽ ഇന്തിഫാഇ ബിഹിയാണ്. അതിനെ സ്വന്തം ഉപയോഗിക്കുന്നതിനെ തൊട്ട് പര്യാപ്തപ്പെട്ടതാവുക, നമാഇന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാവുക എന്നുള്ളതാണ്. അത് ആഭരണമാക്കി കഴിഞ്ഞാൽ ആ ഇസ്തിഅദാദിൽ നിന്ന് അത് വ്യതിചരിച്ച് അത് മുഅദ്ദുൽ ഇസ്തിഅമാലായി മാറുകയാണ്. പിന്നെങ്ങനെ അതിന് നഖ്ദിയത്ത് ഉണ്ടാകുക? ആ നഖ്ദിയത്ത് അതിൽ നിന്ന് ഉയർന്നു പോയിന്ന്. ഇനി ഒരു ഉദ്ദേശം കൂടാതെ ഒരാൾ ആഭരണം ഉണ്ടാക്കി വെച്ചു, സൂക്ഷിക്കു ധനമെന്ന അല്ലെങ്കിൽ വിറ്റ് കാശാക്കണമെന്നൊന്നും ഉദ്ദേശമില്ലാതെ, അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടവർക്ക് ധരിക്കാൻ കൊടുക്കണമെന്നൊന്നും ഒരു ഉദ്ദേശമില്ലാതെ ആഭരണ രൂപത്തിൽ സ്വർണം ഉണ്ടാക്കിയാൽ എന്നാലും ഇത് സക്കാത്തില്ലാണ്. കാരണം അതിനെ ആഭരണ രൂപത്തിലാക്കിയതോടുകൂടി തന്നെ വബിസ്സിയാഗത്തി, അങ്ങനെ വാർത്തുണ്ടാക്കൽ കൊണ്ട് ബത്തല തഹയ്യുഉ ബിന്നമാഇ, തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങളും അതുപോലെ അമീറ പോലുള്ള കിതാബുകളിലൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ആ തഹയ്യു തന്നെ എന്തായി? ഏതിനുള്ള തഹയ്യു? ആ നമാഇന് വേണ്ടിയുള്ള തഹയ്യു അതിൽ നഷ്ടപ്പെട്ടു എന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മറ്റൊരു ഇബാറത്ത്, അങ്ങനെ ഒരുപാട് ഇബാറത്തുകൾ കാണാൻ സാധിക്കും. ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സ്വർണം തുരുമ്പ് പിടിച്ചാൽ അതിന് സക്കാത്തില്ല എന്ന് പറഞ്ഞു. കാരണം അതിന്റെ ആ നമാ എന്നുള്ള ആ സ്വഭാവം നഷ്ടപ്പെട്ടു. അപ്പോ ചില സംസ്ഥാനക്കാർ ചോദിച്ചു, സ്വർണ്ണം എങ്ങനെ തുരുമ്പുടിക്കോ? സ്വർണം തുരുമ്പുടിക്കോ? അതൊക്കെ നമ്മളെ കിതാബുകളിൽ ചർച്ച ചെയ്ത വിഷയമല്ലേ.
وأجيب عن قول القاضي بأن الذهب لا يصدو സ്വർണം തുരുമ്പ് പിടിക്കൂല എന്ന ഖാദി ഹുസൈന്റെ പിന്നെ അഭിപ്രായത്തിന് മറുപടി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അന്നമിൻഹു നൗഅൻ യസ്ദഉ, സ്വർണത്തിൽ ഒരു ഇനം അത് തുരുമ്പ് പിടിക്കുന്നതാണ്. വഹുവാദ് മാ യുഖാലിതുഹു ഗൈറുഹു, മറ്റുള്ള ലോഹങ്ങൾ കലർന്ന് മറ്റുള്ള ലോഹങ്ങളോട് കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു തരം സ്വർണമാണത് അല്ലെ. അതൊന്ന് തോട്ടക്കാർ ചോദിക്കുന്നുണ്ട്, അവർ അത് കാണണ്ടേ എന്നുള്ളത്. കാണൂലല്ലേ? അവർ കിതാബ് നോക്കാതെ അന്ധമായിട്ട് ഏതോ ചിലരെ അനുകരിച്ച് പോകുന്ന ഒരു സ്വഭാവം അവരിൽ കാണുന്നുണ്ട്. അതെന്തായിക്കോട്ടെ. ഇനി അടുത്തതായിട്ട് മറ്റൊരു ഇബാറത്ത് ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറയാം, വലഹ ലുബ്സു അൻവാഇ ഹുലിയ്യ ദഹബി വൽ ഫിദ്ദ വലഹ വലിസ്സബിയ്യി വൽ മജ്നൂനി, സ്ത്രീകൾക്കും അതുപോലെ ആൺകുട്ടികൾക്കും ഭ്രാന്തന്മാർക്കുമൊക്കെ സ്വർണവെള്ളിയുടെ വ്യത്യസ്തങ്ങളായ ആഭരണങ്ങൾ ധരിക്കൽ ജായിസാണ്. അതിന് ഉദാഹരണം പറഞ്ഞതിന് ശേഷം പിന്നെ കുറെ ഉദാഹരണങ്ങൾ പറയാം. ആ കൂട്ടത്തിൽ പറഞ്ഞു പിടിവെക്കപ്പെട്ടതായ സ്വർണ്ണ നാണയങ്ങൾ, എന്ന് പറഞ്ഞിട്ട് പറയാണ് അഭിപ്രായ വ്യത്യാസം തന്നെ. പിടിവെക്കപ്പെട്ടതായ സ്വർണ്ണ നാണയങ്ങൾ പെണ്ണിനും കുട്ടിക്കും ഭ്രാന്തനും ധരിക്കാം. ഔ മസ്കൂബത്തുൻ, അല്ലെങ്കിൽ തുളയ്ക്കപ്പെട്ടതായ സ്വർണ്ണ നാണയങ്ങൾ മാലയായിട്ട് ധരിക്കാം. അലൽ അസഹി, അത് അഭിപ്രായ വ്യത്യാസമുള്ള മസ്തരയാണ്. അലൽ അസഹി ഫിൽ മജ്മൂഇ, നബി ഇമാമിന്റെ ശറഹുൽ മുഅദ്ദബിലുള്ള അസഹായ ഖൗൽ പ്രകാരം. എന്താ അതിനെ ഇല്ലത്ത് പറഞ്ഞതിൽ? ദുഖൂലിഹാ ഫിസ്മിൽ ഹുലിയ്യീന, ഹുലിയ്യ് എന്ന ആഭരണം എന്ന ആ ഒരു ഇസ്മിൽ അത് പ്രവേശിച്ചതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ റൗദയിൽ നബിമാൻ പറഞ്ഞത് തുളക്കപ്പെട്ട സ്വർണ്ണ നാണയം ആഭരണമാകുന്നില്ല, തുളക്കപ്പെട്ട സ്വർണ്ണ നാണയം കൊണ്ടുള്ള ആഭരണം അത് ഉപയോഗിക്കൽ ഹറാമാണ് എന്ന് റൗദയിൽ നബിമാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബിമാമിന് അതിൽ രണ്ട് അഭിപ്രായമാണ്. ഇതിനെ സംബന്ധിച്ച് അസ്നവി പറഞ്ഞു എന്ത്? ബൽ സഅമൽ അസ്നവിയു അന്നഹു വദത്തുൻ, റൗദയിൽ നബിമാൻ പറഞ്ഞത് പിഴവാണ് എന്ന് അസ്നവി പറഞ്ഞു. പക്ഷേ ആ അസ്നവി പിഴവാണെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇബ്നു പറയാം ലാകിന്നഹു വദത്ത ഫീഹി, എങ്കിലും അവിടെ അസ്നവിക്കാണ് പിഴവ് പറ്റിയിട്ടുള്ളത്. എന്താണ് പിഴവ് പറ്റിയതിനെ ബലപ്പെടുത്തുന്ന ഒരു കാര്യം പറയാം. വമിമ്മാ യുഅയ്യിദു വലതഹു, ഇമാം അസ്നവിയുടെ പിഴവിനെ അല്ലെങ്കിൽ അബദ്ധത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നിൽപ്പെട്ടതാണ് കൗലുഹു, അസ്നവി ഇമാമിന്റെ കൗല്. അസ്നവി ഇമാം പറയുന്നത് എന്താ വെച്ചാല്, തുളക്കപ്പെട്ട സ്വർണ്ണ നാണയങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ടതായ മാല, ആ മാല സകാത്ത് നിർബന്ധമാണ്. കാരണം അതിന്റെ നഖ്ദിയത്ത് ബാക്കിയായതിനു വേണ്ടിയാണ്. സകാത്ത് നിർബന്ധമാണ്, നിർബന്ധമല്ല, രണ്ട് വീക്ഷണം ഷാഫി മദ്ഹബിലുണ്ട്. പക്ഷേ അതിന് അസ്നവിമാ പറഞ്ഞ ഇല്ലത്തെന്താണ്? അതിന്റെ നഖ്ദിയത്ത്, നഖ്ദാവുക എന്നുള്ളത് അതിൽ അവശേഷിക്കുന്നുണ്ട്. എന്നാ അത് വലിയ അബദ്ധമാണ് എന്നാണ് ആര് പറയുന്നത്? ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. അവിടെ സകാത്ത് നിർബന്ധമാണ് എന്ന മഅ്ലൂൽ അബദ്ധമാണ് എന്നല്ല, അതിന് അസ്നവിമാ പറഞ്ഞ ഇല്ലത്തെന്താണ്? ലി ബഖാഇ നഖ്ദിയത്തിഹാ, അതിന്റെ നഖ്ദിയത്ത്, ആഭരണമായി കഴിഞ്ഞ വസ്തു നഖ്ദിയത്ത് അവശേഷിക്കുന്നതാണ് എന്ന് പറഞ്ഞത് മഹാ അബദ്ധമാണ്. ആഭരണമായി കഴിഞ്ഞ വസ്തുവിന്റെ നഖ്ദിയത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് സംസ്ഥാനക്കാർക്ക് വാദമുണ്ടെങ്കിലേ അതിനെപ്പറ്റി ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞതെന്താണ്? അത് മഹാ അബദ്ധമാണ്. ഇതിലെങ്കിൽ ഇബാറത്ത്. അപ്പൊ ബഹുമാനപ്പെട്ട അസ്നവിമാൻ പറഞ്ഞ എന്താണ്? തജിബു സക്കാത്തുഹ, തുളക്കപ്പെട്ട സ്വർണ്ണ നാണയത്തെ ആഭരണമാക്കപ്പെട്ടാൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഈ ബഖാഇ നഖ്ദിയത്തി, അതിന്റെ നഖ്ദിയത്ത് ബാക്കിയായതിനു വേണ്ടി എന്ന ഇല്ലത്ത്. എന്തുകൊണ്ടാണ് നഖ്ദിയത്ത് ബാക്കിയാന്ന് പറയാൻ കാരണം? അന്നഹാലം തുഹ്റദി ബി സഖദി, കാരണം സ്വർണ്ണ നാണയത്തെ തുളച്ചിട്ടുള്ളൂല്ലോ, അതിന് വേറെ പണിയും കൂടി ഒന്നും നടത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അൻഹ നഖ്ദിയത്ത് എന്നതിനെ തൊട്ട് അത് പുറത്തു പോയിട്ടില്ല. അത് മഹാ അബദ്ധാണ്. ആര് പറയണത്? അപ്പൊ നഖ്ദിയത്ത് ബാക്കിയുണ്ട് എന്ന അസ്നവി ഇമാമിന്റെ ആ വാചകം മഹാ അബദ്ധാണ്. ഇന്നിപ്പോ സംസ്ഥാനക്കാരും അത് പറയാനാണ് നടക്കുക. എന്നിട്ട് എന്നോട് ചോദിക്കുക എവിടെ ഇബാറത്ത്? ആ തുഴപ്പൊന്ന് നോക്കിക്കൂടായിരുന്നില്ലേ? എന്നിട്ട് ഇങ്ങനെ പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. എന്ത്? തുളക്കപ്പെട്ട സ്വർണ്ണ നാണയത്തെ ആഭരണമായി ഉപയോഗിച്ചു കഴിഞ്ഞാല്
തുളക്ക ഇങ്ങനെ സ്വർണ്ണനാണയം വട്ടത്തിലായിരിക്കുമല്ലോ ഉണ്ടാക്കുക. അതിന്റെ നടുവിൽ ഓട്ടയാക്കിയിട്ട് അതിന് മാല കോർക്കുക, എന്നിട്ട് അത് കഴുത്തിലിടുക. അപ്പൊ അത് ഹറാമുമില്ല കറാഹത്തുമില്ല, മുബാഹന്നെയാണ്. പക്ഷെ സക്കാത്ത് കൊടുക്കും വേണം, കാരണം നെഖദിയത്ത് ബാക്കിയുണ്ടല്ലോ എന്ന അസ്ലമി ഇമാമിന്റെ ആ അഭിപ്രായത്തെ സംബന്ധിച്ച് അവസാനം പറഞ്ഞു നിർത്തുന്നത് എങ്ങനെ അറിയും? വഹുവ കലാമുൻ ലാ യുഖലു. എന്താണ് ആ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. അസ്ലമി ഇമാം ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കമാക്കാലും സർക്കശി, ഇത് ഇബിനജങ്ങൾ പറയുന്നത് ഞാൻ സ്വന്തം പറയില്ല, അത് സർക്കശി ഇമാം മുമ്പേ പറഞ്ഞ കാര്യമാണ്. അസ്ലമി ഇമാം ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് ഇപ്പൊ ആർക്കും മനസ്സിലാവുന്നില്ല. അത് ചിന്തിച്ചാൽ മനസ്സിലാവാത്തൊരു ഒരു വർത്താനായി പോയി, ഒരു ബുദ്ധിക്ക് യോജിക്കാത്ത സംസാരമായി പോയി. കാരണം ഒരു ആഭരണം അത് ധരിക്കൽ കറാത്തുമില്ല ഹറാമില്ല എന്ന സക്കാത്ത് കൊടുക്കും വേണം. എന്ത് വർത്താനാണ് ആ പറയുന്നത്? ഒന്നിരിക്കൽ ഹറാമു എന്ന് പറയണം, അല്ലെങ്കിൽ കറാത്തു എന്ന് പറയണം, ഇത് സക്കാത്ത് കൊടുക്കണം എന്ന് പറയണം. അല്ലെങ്കിൽ പിന്നെ ഹറാമും കറാത്തും ഇല്ലാത്ത ആഭരണമാണെങ്കിൽ പിന്നെ സക്കാത്ത് കൊടുക്കണ്ടെന്നാ പറയുന്നത്. അല്ലാതെ ഹറാമും ഇല്ല കറാത്തും ഇല്ല മുബാഹാണ് പക്ഷെ സക്കാത്ത് കൊടുക്കണം എന്ന അസ്ലമി ഇമാമിന്റെ ആ അഭിപ്രായം കലാമില്ലായ ഒക്കലൂന്ന്. അതെന്താണ് മനസ്സിലാക്കപ്പെടാത്ത, തസൂറാക്കപ്പെടാൻ പറ്റാത്ത, അത് മനസ്സിലാകാത്തൊരു വർത്താനാണ് കമാക്കാലും സർക്കശി. അപ്പോ നഖദിയത്ത് ബാക്കിയുണ്ട്, സംഗതി മുബാഹായ ആഭരണമാണെങ്കിലും അത് തുളച്ചിട്ടുള്ളൂല്ലോ, വേറെ പണിയും കൂടിയൊന്നും നടത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിന്റെ നഖദിയത്ത് ബാക്കിയുണ്ട്, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് ഒലത്താണ്, മഹാ അബദ്ധമാണ്. നഖദിയത്ത് ബാക്കിയുണ്ട് എന്നുള്ള വാദം മഹാ അബദ്ധമാണ്. സക്കാത്ത് നിർബന്ധമാണെന്നുള്ളത് അബദ്ധമാണെന്നല്ല, അതിന് പറഞ്ഞ ഇല്ലത്ത് മഹാ അബദ്ധമാണ്. മനസ്സിലായി? പിന്നെ മാത്രമല്ല, അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ തന്നെ ഇമാം ഖതീബ് ശർബൈനിയും പറയുന്നത് എന്താണ്? തുളക്കപ്പെട്ട അൽവാഫിയ ഇബാർത്ത് അടിച്ചത് നന്നായി. നിങ്ങൾ ഒന്ന് പ്രത്യക്ഷപ്പെട്ട് കണ്ട് ഇബാർത്തുകളൊക്കെ അടിക്കണ്ടേ, അപ്പോഴല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങളാരൊന്നും മിണ്ടാതെ ഇങ്ങനെ അനങ്ങാതെ ഇരുന്ന പറയുന്ന നമ്മൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ശ്രോതാക്കൾ കുറച്ച് എന്താണ് ഈ പാതിരാ സമയത്തൊന്ന് ഉഷാറാവുമ്പോഴേ പാതിരാവായത് നടത്തുന്ന നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. റംലി ഇമാമും അതുപോലെ തന്നെ ഷെർബീൻ ഇമാമും പറയുന്നത് എന്താണ്? തുളക്കപ്പെട്ട ആഭരണങ്ങൾ, സ്വർണ്ണ-വെള്ളി നാണയങ്ങളുടെ നടുവിലൊരു ഓട്ട തുളച്ചിട്ട് അതിലൊരു കയറ് കോർത്തുകാണ്ട് അതിനെ കഴുത്തിൽ മാലയാക്കിയാല് സക്കാത്ത് കൊടുക്കണം. കാരണം അത് ഹറാമായ ആഭരണമാണ്, അത് ഹലാലായിട്ടില്ലാണ്. കാരണം അത് വാർക്കപ്പെട്ടിട്ടില്ല, ആഭരണ രൂപത്തിൽ വാർത്തുണ്ടാക്കപ്പെട്ടിട്ടില്ല എന്ന റൗളയുടെ അഭിപ്രായത്തെയാണ് റംലി ഇമാമും ഷെർബീൻ ഇമാമും പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇബ്നു ഹജർ തങ്ങൾ പ്രബലപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? അത് ഹറാമിൽ നിന്ന് വിട്ട് അത് ആഭരണം എന്ന നാമകരണത്തിൽ പ്രവേശിച്ചത് കൊണ്ട് അത് ഹലാൽ തന്നെയാണ്, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പിന്നെ റംലി ഇമാമും ഷർബീൻ ഇമാമും പറയാണ്, അതേ സമയത്ത് പിടിവെക്കപ്പെട്ട സ്വർണ്ണ-വെള്ളി നാണയങ്ങളെ തുളക്കാതെ അതിന്റെ ആ വൃത്തത്തിന്റെ മുകളിൽ ഒരു പിടി ഉണ്ടാക്കി, എന്നിട്ട് ആ പിടിന്റെ ഉള്ളിൽ കയറ് കോർത്തുകാണ്ട് മാലയാക്കി, അതാണെങ്കിലോ അത് ഹറാമില്ല, ആ ആഭരണം ഹറാമായ ആഭരണമല്ല, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കുകയും വേണ്ട. എന്തായാലും ഇല്ലത്ത് പറഞ്ഞത് അന്നഹാ സുരിഫത്ത് ബിദാലിക, കാരണം ആ സ്വർണ്ണ-വെള്ളി നാണയങ്ങൾ അത് കാരണത്താൽ അതിനെ തിരിക്കപ്പെട്ടു. അൻ ജിഹത്തിൻ നഖദി, നഖദ് എന്ന ജിഹത്തിൽ നിന്ന് ഇലാ ജിഹത്തിൻ ഉഖ്റാന, നഖദ് അല്ലാത്ത മറ്റൊരു ജിഹത്തിലേക്ക് അതിനെത്തി വഴിതിരിക്കപ്പെട്ടു. കണ്ടോ? ഒരു സ്വർണ്ണ-വെള്ളിയെ അനുവദനീയമായ ആഭരണമാക്കി കഴിഞ്ഞാൽ അതിന് പിന്നെ നഖദ് എന്ന ജിഹത്ത്, നഖദിയത്ത് അതിനില്ലാണ്. നഖദിയത്തിൽ നിന്ന് ഗൈറു നഖദിയത്തിലേക്ക് അതിനെ തിരിക്കപ്പെട്ടു എന്ന് ആരാ പറയണത്? ഇമാം റംലി തങ്ങളും ഇമാം ഷെർബീനിയ പറയുന്നത്. നിങ്ങൾ സംസ്ഥാനക്കാരെന്നോട് ചോദിക്കുക, എവിടെ ഇബാറത്ത്? ഇനി വേണമെങ്കിൽ ഇബാറത്ത്, ഇനി മറ്റൊരു ഇബാറത്ത് ഞാൻ പറഞ്ഞുതരാം. മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു കച്ചവടച്ചരക്കിന്റെ ബാബിൽ പറയാം, കച്ചവടച്ചരക്കിന്റെ സക്കാത്തിൽ പറയണം. ഒരാളിപ്പോ കച്ചവടം തുടങ്ങുകയാണ്, ആ കച്ചവടം തുടങ്ങുമ്പോ കച്ചവടത്തിന്റെ ധനത്തിനെ, കച്ചവടച്ചരക്കിനെ അവൻ ഉടമപ്പെടുത്തുന്നത് വൈദാ മലക്കഹു ഐ മാലത്തിജാറത്തി, കച്ചവടച്ചരക്കിനെ ഉടമപ്പെടുത്തിയത് ബിനഖദിൻ,
പിന്നെ നഖദി എന്ന് പറഞ്ഞാൽ സ്വർണ്ണ വെള്ളിയായിട്ട് മുദ്ര ചെയ്യപ്പെട്ട നാണയങ്ങളെ നയിക്കോളണമെന്നില്ല. ഐ ബി ഐനി ദഹബിൻ ഔ ഫിദ്ദത്തിൻ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും തടി കൊണ്ട്, വലോ ഗൈറ മദ്റൂബിൻ, തടി എന്ന് പറയുമ്പോൾ 2 രൂപണ്ട്, നാണയമായിട്ട് അടിക്കപ്പെട്ടതുകൊണ്ട് അടിക്കപ്പെടാത്തതുകൊണ്ട്. അത് അടിക്കപ്പെടാത്തതാണെങ്കിലും ശരി. അപ്പൊ സ്വർണം നഖദ് കൊടുത്തു കണ്ടാണ് കച്ചവട ചരക്ക് വാങ്ങുന്നതെങ്കിൽ, നിസാബിൻ, സക്കാത്തിന്റെ അളവ് എത്തിച്ചതായ നഖദ് കൊണ്ടാണ് ഉടമപ്പെടുത്തുന്നതെങ്കിൽ, ഫഹൗലുഹു, അതിന്റെ കൊല്ലം കൂടേണ്ടത് കച്ചവടം തുടങ്ങിയ ആ ദിവസം മുതൽക്കല്ല, മിൻ ഹീനി മിൽക്കി ദാലിക നഖദി, ആ സ്വർണ്ണ വെള്ളിയെ എന്നാണോ അവൻ ഉടമപ്പെടുത്തിയത് അന്ന് മുതൽക്ക് തന്നെ കച്ചവടത്തിന്റെ വർഷാരംഭം കൂട്ടേണ്ടതാണ്. അപ്പൊ നഖദ് കൊണ്ടാണ് കച്ചവട ചരക്ക് വാങ്ങുന്നതെങ്കിൽ കച്ചവടം തുടങ്ങിയ ദിവസം മുതൽക്കല്ല വർഷം തുടങ്ങുക, ആ ചരക്ക് വാങ്ങി ആ സ്വർണം ഉടമയാക്കിയത് എന്നാണോ അന്ന് മുതൽക്ക് കച്ചവടത്തിന്റെ വർഷം തുടങ്ങേണ്ടതാണ്. അമീറുലിംഗല്ലൂരൊക്കെ ചിന്തിച്ചോളി, കച്ചവടക്കാരൊക്കെ ആലോചിച്ചോളി. ഇനി പറയാം, അടുത്ത പാർട്ട് പറയാം. ഔബി അർദി ഖിന്യത്തിൻ, അല്ല ഇനി ഉപഭോക്തൃ ചരക്ക് കൊണ്ടാണ്. ഒരാൾ നമ്മളെ വീട്ടു സാമഗ്രികളില്ലേ, വീട്ടു സാമഗ്രികൾ, നമ്മൾ ചരക്കുകൾ 2 ജാതി ഉണ്ട്. അർദുൽ ഖിന്യത്തും ഉണ്ട്, അർദുൽ തിജാറത്തും ഉണ്ട്. നമ്മൾ സാധനം ഇറക്കുമതി ചെയ്തിട്ട് പുറത്തേക്ക് ലാഭത്തിന് വേണ്ടി വിൽക്കുന്ന വസ്തുവിനെ പറ്റിയാണ് അർദുൽ തിജാറത്ത് എന്ന് പറയാം. അർദുൽ തിജാറത്തും ഉണ്ട്. അർദുൽ ഖിന്യത്താണ് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മളെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു വാച്ച് ഉണ്ട്, അത് അർദുൽ ഖിന്യത്താണ്. അതേസമയത്ത് പെരിന്തൽമണ്ണ പിന്നെ സുധീർ വാച്ച് കമ്പനിയിൽ കുറെ വാച്ച് ഉണ്ട്, അത് അർദുൽ തിജാറത്താണ്. കാരണം ഒരു കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ച വാച്ചുകളാണ്. എന്റെ കയ്യുമപ്പുള്ള വാച്ച് എന്ന് പറയുന്നത് ടൈറ്റാന്റെ ഒരു വാച്ചാണ്, അത് പറയുന്നത് അർദുൽ ഖിന്യത്താണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഉപയോഗിക്കുന്ന വാച്ച്, ഉപയോഗിക്കാൻ വേണ്ടി തടഞ്ഞു വെക്കപ്പെട്ട വാച്ച് അല്ല, ഉപകരണം, ഉപയോഗിക്കാൻ വേണ്ടി തടഞ്ഞു വെക്കപ്പെട്ട ചരക്ക്. ആ ചരക്കിന് ഉദാഹരണം പറഞ്ഞത് എന്താണ്? കഹുലിയിൻ മുബാഹിൻ. കണ്ടോ, ഇബ്നു ഹജർ തങ്ങൾ പറയാം, ഐ കഹുലി, അനുവദനീയമായ ആഭരണം പോലെ. അത് നഖദല്ലാണ്, നഖദിന്റെ ഓപ്പോസിഷനിലുള്ള അർദുൽ ഖിന്യത്താണ്. ആരാ പറയുന്നത്? ഇബ്നു ഹജർ തങ്ങളാ പറയുന്നത്. അതിന്റെ താഴെ ഇമാം ഷെർവാനി തങ്ങൾ പറയാം, ലിമാ യഅതി അന്നൽ ഹുലിയൽ മുബാഹ മിൻ അർദിൽ ഖിന്യത്തി, മുബാഹായ ഹുലിയ നഖദല്ല, അത് അർദു ഖിന്യത്താണ് എന്നാരാ പറയുന്നത്? അത് ചരക്കാണ്, അത് നഖദിയത്ത് അതിൽ നിന്ന് നീങ്ങിപ്പോയി എന്നാരാ പറയുന്നത്? അബ്ദുൽ ഹമീദ് ഷെർവാനി ഇമാം അലിയു ഷബ്രാമല്ലിസിയെ തൊട്ട് നഖൽ ചെയ്തുകൊണ്ട് പറയാം. അതേ ഉദ്ധരണി തന്നെ, അതേ വാചകം തന്നെ മഹാനായ ഇമാം റംലി, മുഹമ്മദ് റംലിയുടെ പിതാവായ ശിഹാബുദ്ദീൻ റംലി അവർ പറയാണ്, എന്താ പറയുന്നത്? ഖൗലുഹു ഇൻ ഇസ്തറാ ബി അർദി ഖിന്യത്തി, അർദു ഖിന്യത്ത് ഉപയോഗിക്കാനുള്ള ചരക്ക് കൊണ്ടാണ് ഒരാൾ, ഉപയോഗിക്കാനുള്ള ചരക്ക് കൊടുത്തിട്ടാണ് ഒരാൾ എന്ത് ചെയ്തത്? കച്ചവട ചരക്ക് ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ കഹുലിയിൻ മുബാഹിൻ, മുബാഹായ ആഭരണം പോലെ. അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഇബാറത്തുകളുണ്ട്. ഇനി വേറെ ഒരു സംഗതി കൂടി പറയാം. നജീബ് മൗലവിയുടെ സക്കാത്ത് പദ്ധതി എന്ന പുസ്തകത്തിൽ, നജീബ് മൗലവിയുടെ സക്കാത്ത് പദ്ധതി എന്ന പുസ്തകത്തിൽ ജ്വല്ലറിയുടെ സക്കാത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നജീബ് മൗലവിയുടെ സക്കാത്ത് പദ്ധതി എന്ന പുസ്തകത്തിന്റെ അതിൽ അദ്ദേഹം ജ്വല്ലറിക്കാരുടെ സക്കാത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ സക്കാത്തിനെ പറ്റി അദ്ദേഹം പറയുന്നത്, ഇവയ്ക്കു ധനത്തിന്റെ സക്കാത്ത് ബാധകമല്ല, ചരക്കുകൾ വില കെട്ടി കച്ചവടത്തിന്റെ സക്കാത്ത് നൽകിയാൽ മതി. അപ്പോ ജ്വല്ലറിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ കച്ചവട ചരക്കാണ് എന്നാണ് നജീബ് മൗലവി തന്നെ അദ്ദേഹത്തിന്റെ സക്കാത്ത് പദ്ധതി എന്ന പുസ്തകത്തിന്റെ 90-ാമത്തെ പേജിൽ എഴുതുന്നുണ്ട്. അപ്പൊ കച്ചവട അർദു തിജാറത്തിന്റെ സക്കാത്ത് കൊടുത്താൽ മദീന. തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ എന്താ പറഞ്ഞത്? മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താദിൽ പറഞ്ഞ ഒരു ഇബാറത്ത് എന്താണ്? തംബീഹുൻ, ഇതൊരു ഉണർത്തലാണ്. ലാ സക്കാത്ത അലാ സ്വൈറഫിയിൻ, പണം മാറ്റ കച്ചവടക്കാരന് സക്കാത്തില്ല. ബാദല, അവൻ തന്റെ കൈവശമുള്ള സ്വർണത്തെ അവൻ എന്ത് ചെയ്തു? പകരമാക്കി. വലൂരി തിജാറത്തി, അത് ബിസിനസിന് വേണ്ടിയാണെങ്കിലും ശരി. ഫി അസ്നാഇൽ ഹൗലി, കൊല്ലത്തിന്റെ ഇടയിൽ, ബിമാ ഫിയതിഹി, തന്റെ കൈവശത്തിലുള്ളതായ ഒന്നിനു പകരം. അതെന്തിനാൽ? മിനൻ നഖദി, തന്റെ കൈവശത്തിലുള്ളതായ ഒന്ന് കൊടുത്തിട്ട്. അതെന്തിനാ? മിനൻ നഖദി, സ്വർണ്ണ വെള്ളിയാൽ. ഗൈറഹു,
ആ തന്റെ കൈവശത്തിലുള്ളതായ സ്വർണ്ണവെള്ളി കൊടുത്തിട്ട് വൈറഹു മിൻ ജിൻസിഹി ഔ വൈരിഹി, സ്വർണം കൊടുത്തിട്ട് സ്വർണം വാങ്ങും. ഒരാൾ സ്വർണം കൊടുത്തിട്ട് സ്വർണം വാങ്ങുകയാണ്, അല്ലെങ്കിൽ സ്വർണം കൊടുത്തിട്ട് വെള്ളി വാങ്ങുകയാണ്. എന്നാൽ അത്തരം സ്വർണം കൈമാറ്റം ചെയ്യുന്ന ആളെ പറ്റിയാണ് സൈറഫി എന്ന് പറയുന്നത്. അയാൾക്ക് സക്കാത്തില്ല. കാരണം അയാൾക്ക് ഒരു കൊല്ലം എന്താവുന്നില്ല, സ്വർണം മുഴുവനായിട്ട് നിലനിൽക്കുന്നില്ല. അതിങ്ങനെ ഈ സ്വർണം ഇപ്പൊ കയ്യിലൊരു 100 കിലോ ഒരു കിലോ സ്വർണം ഉണ്ടെങ്കിൽ അത് അയാൾ വിറ്റിട്ട് വേറെ സ്വർണം വാങ്ങുകയാണ്, അല്ലെങ്കിൽ വേറെ വെള്ളി വാങ്ങുകയാണ്. അപ്പൊ ഒരു കൊല്ലം പൂർണ്ണമായി നിൽക്കുന്നില്ല. പിന്നെ അതിന് കച്ചവട ചരക്ക് എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റൂലാണ്. എന്നെ തിജാറത്തിൽ നഖ്ദൈനി സ്വർണ്ണവെള്ളിയിലുള്ള കച്ചവടം എന്നുള്ളത് വഈഫും ദുർബലമാണ്, നാദിറത്തുൻ അപൂർവമാണ്, ബിന്നിസ്ബത്തിന് വൈരിഹിമ മറ്റു കച്ചവട ചരക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പൊ സ്വർണം വെള്ളി എന്നുള്ളത് നഖ്ദൈനിയിലുള്ള കച്ചവടം എന്ന് പറയുന്നത് കച്ചവട ചരക്കായിട്ട് കൂട്ടൂലാണ്. നഖ്ദൈനി അഥവാ സ്വർണ്ണ വെള്ളികൾ തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന ആളെ പറ്റി സൈറഫി എന്നാ പറയാം. പണം മാറ്റ കച്ചവടക്കാരൻ എന്ന് പറയും മലയാളത്തിൽ. അത്തരക്കാരെ പറ്റി അവരുടെ കൈവശത്തിൽ അവർ കൊടുക്കുന്നതും വാങ്ങുന്നതുമായ സ്വർണങ്ങളെ പറ്റി കച്ചവട ചരക്ക് എന്ന് പറയിലാണ്, അർബുത്തിജാറത്ത് എന്ന് പറയിലാണ്. അപ്പൊ അർബുത്തിജാറത്തിന്റെ സക്കാത്തും അതിന് വരില്ല. അതേസമയത്ത് ജ്വല്ലറിയിലുള്ളത് ആഭരണമാണ്. ആഭരണത്തിന് അർബുത്തിജാറത്തിന്റെ സക്കാത്ത് വരുന്നല്ലേ നജീബ് മൗലവി എഴുതിയത്. അപ്പൊ അത് നഖ്ദൈനിയിൽ പറ്റില്ല എന്ന് അതിനെ നെറ്റിയില്ലേ. നഖ്ദൈനി അർബുത്തിജാറത്ത് ആകൂല എന്ന് തൊഴഫ പറയുന്നു. ജ്വല്ലറിയിലുള്ള ആഭരണം അർബുത്തിജാറത്താണ് എന്ന് നജീബ് മൗലവിയും പറയുന്നു. നജീബ് മൗലവി പറഞ്ഞത് തൊഴഫക്കെതിരാന്ന് ഒരിക്കലും സംസ്ഥാനക്കാർ പറയില്ലല്ലോ. അപ്പൊ പിന്നെ ആ നഖ്ദൈനിയിൽ ആര് പെടുന്നില്ല? ഈ പറഞ്ഞ ആഭരണം പെടുന്നില്ല എന്ന് മനസ്സിലായില്ലേ. അപ്പൊ ആ ജാതി വർത്താനൊന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പറയാതിരിക്കലായിരിക്കും നന്നാവുക എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പിന്നെ അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വലിയ മുബാഹിനെ സംബന്ധിച്ച് നഖ്ദിയ്യത്ത് അതിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം ഇത്തരം ഇബാറത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ന്, അല്ലാതെ വെറുതെ ഗവേഷണം ചെയ്തതല്ല. നമ്മൾ അനർഹമായിട്ട് മഹാന്മാരായ മുജ്തഹിദീങ്ങളായ ഇമാമുമാർ അവരുടെ മാത്രം യോഗ്യതയായ, അവരുടെ മാത്രം അധികാരവും അവകാശവുമായ ഇജ്തിഹാദ് എന്നുള്ള പദവിയെ അവകാശപ്പെടുക എന്നുള്ള ഏറ്റവും വലിയ തോന്നിവാസം അത് നമ്മൾ നമ്മളെപ്പോലത്തെ വഈഫീങ്ങളായ ദുർബലരായ വിവരമില്ലാത്ത അറിവില്ലാത്ത പച്ച സാധുക്കൾ ചെയ്യാൻ വേണ്ടി മുതിരുക എന്ന് പറയുന്നത് ഈ ലോകത്ത് പിന്നെ നമുക്ക് ജീവിക്കാൻ അർഹതയുണ്ട് ഒരിക്കലുമില്ല. മറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ ഇബാറത്തുകളെ മലയാളത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും അത് വിശദീകരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആരെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് റിലീസ് ആവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ. ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദിന്റെ ക്ലാസ്സാണ് ഇതുവരെ ശ്രവിച്ചത്. കറൻസിയിലെ കടമിടപാട്, പ്രത്യേകിച്ച് സംസ്ഥാന സുന്നി എന്നറിയപ്പെടുന്ന ഒരു ചോട്ട വിഭാഗം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആരെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ടവർ ക്ലാസ് റൂമിലുണ്ട്, മൈക്കിൽ വന്നിട്ട് ഇപ്പോൾ ചോദിക്കാം, നേരിട്ട് മുട്ടുക. എവിടെയെങ്കിലും പോയിട്ട് പിന്നാമ്പുറത്ത് ചുമരുമൽ കല്ലെടുത്ത് എറിയലല്ലാതെ മുന്നിലൂടെ വന്നുകൊണ്ട് നേരിട്ട് സംവദിക്കാനുള്ള സമയമാണ്. അത് ഉപയോഗപ്പെടുത്തണം. ഇത്രയും സമയം രാത്രി മെനക്കെട്ട് കൊണ്ടൊക്കെ ഉസ്താദ് വന്നിട്ടുള്ളത് നിങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടി ദിവസം മാറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ 3-4 ദിവസം മുന്നേ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ MT ദാരിമി അത് പറഞ്ഞു, ഫേസ്ബുക്കിൽ, അതല്ല ആണത്തം. അതൊക്കെ പെണ്ണുങ്ങളൊക്കെ എൻ്റെ പരിപാടിയാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ മൈക്കിൽ വരി. മുമ്പൊരുക്ക തവണ ചുമ നിങ്ങൾ നാദാപുരത്ത് നിർത്തിവെച്ച ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ആൺകുട്ടികളുണ്ടെങ്കിൽ ഇപ്പൊ മൈക്കിൽ വന്നോളി. ഞങ്ങൾ ഇവിടെ മൈക്കിന് അവസരമുണ്ട്. ഒളിഞ്ഞിരിക്കണ്ട. ആരെയും കാണുന്നില്ല. ഐഡികളൊക്കെ പലതും മാറിയിരിക്കുന്നുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഉസ്താദിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് സമദ് ബൈസ്താദ് കണ്ട്. സമദ് ബൈസ്താദ് മൈക്കിലേരി. സമദ് ബൈസ്താദ് കേൾക്കണ്ട. നമ്മളെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും ചോദിക്കാണ്ട? നമ്മുടെ ഭാഗത്ത് നിന്ന് കറൻസിയുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ ചോദിക്കാനുള്ളവരുണ്ടാ?
അൽ മുഹമ്മദ് സമദ് ഫൈസ് ഉസ്താദ് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം MT ദാരിമി ഉസ്താദ് വന്നിട്ട് സെഷൻ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين بالله. ബഹുമാനപ്പെട്ട ഉസ്താദ് MT അബൂബക്കർ ദാരിമി പണ്ഡിതോചിതമായ ഒരു ക്ലാസ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പണ്ഡിതന്മാരിൽ തന്നെ പലരും കൈവക്കാൻ വിമുഖത കാണിക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത്. തീർത്തും ഒരു പണ്ഡിത ദർസ് എന്നൊക്കെ പറയാം. ഇപ്പൊ അങ്ങനെയുണ്ടല്ലോ, ഇപ്പൊ പുതിയ പരിപാടി പണ്ഡിത ദർസ് ഉണ്ട്. അതായത് മൂല്യന്മാര് പഴയകാലത്ത് ഇത്താബോധിട്ടില്ല എന്ന് മനസ്സിലാകുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ പണ്ഡിത ദർസുണ്ട്. അപ്പോ അതുപോലെ എന്ന് പറയാം. അത്ര വലിയ ഗഹനമായൊരു വിഷയത്തെ വളരെ സരളമായി സരസമായി അദ്ദേഹം അവതരിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹ്. അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ഇൽമിലും ദർസിലും വിജ്ഞാനത്തിലും ശരീരത്തിലും ജോലിയിലുമെല്ലാം അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സമൂഹത്തിന് വേണ്ടി ധാരാളം പുതിയ വിജ്ഞാന മേഖലകൾ കീഴടക്കുകയും അങ്ങനെ നല്ല ഒരു ഖറവിയായ ഉലമാഇന്റെ കൂട്ടത്തിലും ആ ഉലമാഇനെ വാർത്തെടുക്കുവാനുമുള്ള ഒരു തൗഫീഖും അല്ലാഹു അവർക്കൊക്കെ നൽകട്ടെ. ആമീൻ. വജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ ആരും സംശയം ഒന്നും ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല. ഞാന് ഒരുപാട് സംശയങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കറൻസിയുടെ കടമിടപാടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനക്കാരുടെ വൈരുദ്ധ്യങ്ങളെ നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ട് വൈരുദ്ധ്യമില്ലേ എന്ന് സ്ഥിരപ്പെടുത്താൻ ആവശ്യമായ ചോദ്യങ്ങളും ഇടപെടലുകളും സംഭവിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഇപ്പൊ കേൾക്കുന്നില്ല, കാണുന്നില്ല. പിന്നെ കറൻസിയുടെ സകാത്തിലേക്ക് വഴി തിരിച്ചു വിട്ടുകൊണ്ട് സകാത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ വിഷയമല്ലാത്ത കഴിഞ്ഞ ക്ലാസിന്റെ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളെങ്കിലും ഒന്നുകൂടായികയില്ല എന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മരുന്നുകളൊക്കെ ഞാനിവിടെ റെഡിയാക്കി എന്റെ മേശപ്പുറത്ത് റെഡിയാക്കി വെച്ചതായിരുന്നു. കറൻസിയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് കറൻസിക്ക് സക്കാത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മറുമരുന്ന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനും ചോദ്യക്കാരില്ല. ഇൻഷാ അല്ലാഹ് ഇനി സമയം ഇവിടെ 12:30 മണിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉലമാക്കൾ, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ സമുന്നതരായ മഹാന്മാരായ മൺമറഞ്ഞ പണ്ഡിതന്മാർ, ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ്, മൗലാന കാളമ്പാടി ഉസ്താദ്, അതുപോലെ മഹാനായ സൂഫിയാക്കളുടെ നേതാവായ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, അതുപോലെ നാട്ടിക ഉസ്താദ് കെട്ടിമാൻ മുസ്ലിയാർ, ഇങ്ങനെയുള്ള PP ഇബ്രാഹിം മുസ്ലിയാർ പാറമ്മൂര്, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ഇങ്ങനെയുള്ള സമുന്നതരായ നിഷ്കാമ യോഗ്യരായ മഹാന്മാരായ ഈ പണ്ഡിത മഹത്തുക്കളും സാദാത്യങ്ങളും അവർ നമ്മളെ ഒരിക്കലും വഴിപിഴപ്പിച്ചിട്ടില്ല. അവര് അബദ്ധത്തിന്റെ പടുകുഴിയിൽ പതിച്ചിട്ടുമില്ല. അവരെ സംബന്ധിച്ച് വിവരദോഷികളെന്നോ തോന്നിവാസികളെന്നോ തത്തുല്യമായ പദപ്രയോഗങ്ങളെ ഏതെങ്കിലും വല്ല കിതാബിന്റെ ഇബാറത്തിനെ മാതൃകയാക്കിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആര് വന്നാലും അവരുടെ മനസ്സിലുള്ള ഉദ്ദേശ്യം ഈ സമസ്തയുടെ ഈ മഹത്തായ മുന്നേറ്റത്തെ അത് കണ്ടിട്ട് അലോസരപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഉത്ഭവിക്കപ്പെടുന്ന വാചകങ്ങളും കസർത്തുകളുമാണവ എന്ന് അവരുടെ പദപ്രയോഗങ്ങളെ നിരന്തരമായി പരിശോധിക്കുമ്പോൾ ഏതൊരു വായനക്കാരനും അല്ലെങ്കിൽ ഏതൊരു നിരീക്ഷകനും മനസ്സിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ പണ്ഡിതന്മാരുടെ കീഴിൽ അണിനിരന്നുകൊണ്ട്, നിങ്ങൾ നോക്കണം, മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം നടന്ന സിയത്ത് സംരക്ഷണ റാലി തന്നെ
സമസ്തയുടെ അജയ്യതയും സമസ്തയുടെ സ്വീകാര്യതയും അതുപോലെ തന്നെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ സമസ്തയുടെ പ്രതികരണത്തെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തലൊക്കെ നമുക്ക് ശരിക്കും കാണാൻ സാധിച്ചു. ഞാൻ പലപ്പോഴും തമാശക്ക് പറയാറുണ്ട്, മലപ്പുറത്തെ നമ്മളെ ശരീഅത്ത് സംരക്ഷണ റാലി നരേന്ദ്രമോദി കണ്ടപ്പോൾ അയാൾ പേടിച്ചിട്ട് എന്ത് ചെയ്തു, 500ന്റെ 1000ന്റെ നോട്ടിന് വിവരിച്ചു, പേടിച്ചിട്ടേ എന്ന് തമാശക്കെങ്കിലും പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആ രൂപത്തിൽ സംഗതികളെ വിലയിരുത്തുന്ന സമയത്ത് നമ്മളെ സംസ്ഥാനക്കാർ പറയാറ്, ഇപ്പൊ കണ്ടില്ലേ നരേന്ദ്രമോദി വന്നതുകൊണ്ടാണ് സമസ്തക്കാർക്ക് മസല പഠിഞ്ഞത്, നരേന്ദ്രമോദി വന്നതുകൊണ്ടാണ് സമസ്തക്കാർക്ക് മസല പഠിഞ്ഞത്. യഥാർത്ഥത്തിൽ 500ന്റെ 1000ന്റെ നോട്ട് ഇപ്പൊ ഇന്ന് കഴിഞ്ഞ 8-ാം തീയതി ഒന്നല്ല, അതിന് മുമ്പ് ഒരുപാട് പിൻവലിച്ചിട്ടുണ്ട്. 2005 മുമ്പുള്ള 500ന്റെ 1000ന്റെ നോട്ടുകളൊക്കെ പിൻവലിച്ചു കൊണ്ട് പത്രത്തിൽ നമ്മൾ കണ്ടിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആ നോട്ട് എടുക്കൽ മാറ്റിയിരുന്നു. ഒക്കെ പുതിയ നോട്ടായിരുന്നു, പഴയ നോട്ടുകളൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പൊ ഈ ഒരു 8-ാം തീയതി മാത്രം ഉണ്ടായ പ്രതിഭാസമൊന്നും അല്ല ഇപ്പത്. അപ്പോ പിന്നെ ഇവരെന്തായി, നരേന്ദ്രമോദി ഒരു മസ്സര പഠിപ്പിക്കാൻ വേണ്ടിയാണ് 1000-500 പിൻവലിച്ചത് എന്നാണ് ഇപ്പൊ സംസ്ഥാനക്കാർ പറയുന്നത്. ഷാഫി മദ്ഹബിലുള്ള ഒരു മസ്സര പഠിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിച്ചു, നമുക്ക് ഒരു മസ്സര പഠിപ്പിക്കണം. എന്താ മസ്സര? കറൻസിക്ക് സക്കാത്തില്ല എന്ന മസ്സര പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മൂപ്പര് നിരോധിച്ചത്. ആ രൂപത്തിലൊക്കെ